ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ടേബിൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ്. എൻ്റെ പേര് ഷാഹിൻ സാറെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. SCERT ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നു, ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ആദ്യം നോക്കാൻ പോകുന്നത് SSC ക്രിസ്മസ് എക്സാമിന് ആറാമത്തെ ചാപ്റ്റർ, ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ കയറി എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, വൈദ്യുത കാന്തിക പ്രേരണം നിത്യജീവിതം എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ, ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം ടോപ്പിക് ഉണ്ട് എന്നുള്ള അടുത്ത് നോക്കാം. നമ്മൾ വൺ ഷോട്ട് അടിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്, എന്തൊക്കെയുള്ളത് പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടോപ്പിക് വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് വൈദ്യുത കാന്തിക പ്രേരണം. ആദ്യം ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് വൈദ്യുത കാന്തിക പ്രേരണം, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, അത് എങ്ങനെയാണ് അതിൽ EMF ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൽ പ്രേരിത EMF എന്താണ്. ഓക്കെ, അപ്പോൾ EMF ഇൻഡക്ഷൻ ചെയ്യുമ്പോൾ അത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് പറയാനുള്ളത് AC ഇലക്ട്രിസിറ്റി, AC വൈദ്യുതിയും അതേപോലെ തന്നെ DC വൈദ്യുതിയും. ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന വൈദ്യുതിയാണ്, അത് ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന ദിശ മാറുന്ന വൈദ്യുതിയാണ് AC വൈദ്യുതി, ദിശ മാറാത്ത വൈദ്യുതിയാണ് DC വൈദ്യുതി. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ഓർത്തെടുത്തത് മാത്രം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജനറേറ്റർ. ജനറേറ്ററിന് ഷുവർ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്, പ്രവർത്തനം ചോദിക്കാറുണ്ട്. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് എന്ത് വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ത് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. ഇതിനുശേഷം ജനറേറ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്, പവർ സ്റ്റേഷൻ. അതായത് പവർ സ്റ്റേഷൻ, വൈദ്യുത നിലയങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫുൾ മംഗ്ലീഷിലാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ മംഗ്ലീഷിൽ പറയുന്നു പവർ സ്റ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വൈദ്യുത നിലയങ്ങൾ എന്നാണ് പറയുക. പവർ സ്റ്റേഷൻ എന്താണെന്ന് ആദ്യം പഠിക്കണം. പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ വൈദ്യുത നിലയങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പവർ സ്റ്റേഷനിൽ കുറേ ആയിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് പഠിക്കുന്ന, പവർ സ്റ്റേഷൻ മെയിനായിട്ട് പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ എത്ര ടൈപ്പ് പവർ സ്റ്റേഷൻ ഉണ്ട്. എന്താ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു, എത്ര ടൈപ്പ് പവർ സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജലവൈദ്യുത നിലയം അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഒന്നാമത്തെ കാര്യമുണ്ട്. രണ്ടാമത്തത് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും രാസ വൈദ്യുത നിലയങ്ങൾ പറയും. അടുത്ത പറയുന്ന സാധനമാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പവർ സ്റ്റേഷനുകൾ. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പവർ സ്റ്റേഷനുകൾ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതേപോലെ തന്നെ ഇവിടെ വൈദ്യുതി എങ്ങനെയാണ് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ മൂന്നാമതായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് എങ്ങനെ വർക്കിംഗ് പറഞ്ഞു, രണ്ടാമത്തെ ഇവിടെ എനർജി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു, മൂന്നാമത്തേതാണ് ഇന്ത്യയിൽ എവിടെയെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിൽ ഈ പവർ സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എവിടെയെല്ലാമാണുള്ളത്, തെർമൽ പവർ സ്റ്റേഷൻ എവിടെയെല്ലാമാണുള്ളത്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെയെല്ലാമാണുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഷുവറാണ്, നോട്ട് ചെയ്ത് വെച്ചോളി. അടുത്ത ഏറ്റവും ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ള് വരുന്നത്. ട്രാൻസ്ഫോമറിന്റെ ആദ്യം ചോദിക്കുക സെയിം പരിപാടി, വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഒക്കെ മറക്കരുത്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവം തന്നെ. പക്ഷേ നമ്മൾ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. അതേപോലെ തന്നെ എത്ര ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ആണ്, വോൾട്ടേജ് കൂട്ടാനുള്ളത്. സ്റ്റെപ്പ് ഡൗൺ ആണ്, വോൾട്ടേജ് കുറക്കാനുള്ളത്. ഇതിന് നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക, വാട്ട് ഇസ് യൂസ് ഓഫ് ട്രാൻസ്ഫോമർ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു എക്യുപ്മെന്റ് ആണ് ട്രാൻസ്ഫോമർ. മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം മലയാളത്തിൽ പറഞ്ഞാൽ പവർ പ്രേഷണവും വിതരണവും. പവർ പ്രേഷണത്തിലും വിതരണത്തിലും നമ്മൾ എന്താ പഠിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നത്. പവർ പ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ എന്താ പറയുക, നമ്മുടെ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുള്ള നമ്മളെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് നമ്മൾ വീടുകളിലേക്ക് എത്തുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പവർ പ്രേഷനിൽ പഠിക്കുന്നത്. പവർ പ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദൂരസ്ഥലം, ഇപ്പോൾ മലപ്പുറം ജില്ല നമ്മൾ ജീവിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നെങ്കിൽ കുറേ അപ്പുറത്തുള്ള ജില്ലകളിൽ നിന്നാണ് പവർ സ്റ്റേഷനിൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് പവർ സ്റ്റേഷനിൽ വൈദ്യുതി എത്തിയിട്ട് വേണം മലപ്പുറം ജില്ലയിൽ എത്താൻ. ആ മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ എന്തായാലും കുറേ ദൂരം സഞ്ചരിക്കാണ്ട്, ഈ കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ കുറേ സമയം എടുത്തിട്ട് എന്ത് ചെയ്യാം,
ഈ വൈദ്യുതി നമ്മൾ വീട്ടിലെത്തുക. അപ്പോൾ കുറെ സമയം കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് H=I²RT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. I²RT എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ ടൈം കൂടിയാൽ എന്തും കൂടാൻ സാധ്യതയുണ്ട്, താപത്തിന്റെ അളവും കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന കറണ്ട് കൊണ്ടുവരുന്ന കറണ്ട് ഫുൾ എന്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകും, താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടും. ഈ താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു സംവിധാനത്തെ, ഈ പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഏകദേശം. ഒന്ന് വോൾട്ടേജ് കൂട്ടാനുള്ള സാധനം പറയുന്നുണ്ട്, ഒന്ന് റെസിസ്റ്റിവിറ്റി കുറഞ്ഞ മെറ്റൽസ്, ലോഹങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കാനുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അടുത്തതാണ് ഹൗസ് വയറിങ്. നമ്മൾ വീടുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വയറിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹൗസ് വയറിങ്, വീടുകളിൽ വയറിങ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെ നമ്മൾ സൂക്ഷിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് വരാം. ആദ്യം ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞു, സ്റ്റെപ്പ് വന്നിട്ട് പവർ സ്റ്റേഷൻ പറഞ്ഞു, പവർ സ്റ്റേഷന് ശേഷം പവർ ട്രാൻസ്മിഷൻ പറഞ്ഞു. നമ്മൾ വീട്ടിൽ കടക്കാൻ പോകട്ടോ, വീട്ടിൽ കടക്കാം. അപ്പോൾ വീടുകളിൽ എങ്ങനെയാണ് വൈദ്യുതി, ഹൗസ് വയറിങ്, ഗൃഹ വൈദ്യുതീകരണം എങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒരു ഇലക്ട്രിക് പോസ്റ്റ് വന്ന് ഈ കമ്പി നമ്മുടെ സർവീസ് വരെ നേരെ പോയിട്ട് വീടുകളിൽ ആദ്യം യോടിക്കണം കണക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പച്ച ലൈറ്റ് മീറ്റർ അല്ലേ. പച്ച ലൈറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ പേരാണ് KWH മീറ്റർ. KWH മീറ്റർ ആദ്യം കണക്ട് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോ ഉപകരണങ്ങൾ PLCB, MCB, ഫ്യൂസ് എന്ന് പറഞ്ഞ കുറേ സാധനം കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിനുശേഷം പഠിക്കാനുള്ള സാധനം സേഫ്റ്റി മെഷേഴ്സ് ഇൻ എന്തില് ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി. വീടുകളിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് ആണ് ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത സാധനമാണ് ഇലക്ട്രിക് ഷോക്ക്. ലാസ്റ്റ് പറഞ്ഞ സാധനം ഇലക്ട്രിക് ഷോക്ക്. സോറി, എൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഈ സേഫ്റ്റി മെഷേഴ്സ് പറയാൻ പോവാണ്. സേഫ്റ്റി മെഷേഴ്സ് ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് ആണ് വീടുകളിൽ വൈദ്യുതീകരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഷോക്ക് അടിച്ച ആൾ അടിച്ചു പോകാൻ സാധ്യത, മരിച്ചു പോകാൻ സാധ്യത അല്ലേ. ഓക്കെ, അപ്പോൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ട് ഷോക്ക്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീടുകളിൽ വൈദ്യുതീകരണം ചെയ്യുമ്പോൾ ഓരോ സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഷോക്ക് അടിക്കുമ്പോൾ ആള് മരിച്ചു പോകും. അപ്പോൾ ഷോക്ക് അടിക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അശ്രദ്ധ മൂലമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയാം. അപ്പോൾ ഏകദേശം ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. ആകെ കുറെ വെച്ചതിന് ശേഷം ഏകദേശം ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. എല്ലാവർക്കും എന്തൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് അടുത്തത് ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളി. അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ 2 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും എന്ത് കണ്ടുപിടിക്കണം? ഈ ഡൗൺ കണ്ടില്ലേ? ആ അക്ഷരത്തൊന്നല്ല കേട്ടോ. നമുക്ക് ഈ ഫോണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ എഴുതാൻ എന്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫോണ്ട് ഉപയോഗിച്ച് ചെയ്താൽ പറ്റാതെ നമ്മൾ സാർ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ, ഒന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തമ്മിൽ രണ്ട് വ്യത്യാസം എഴുതാൻ പോകാൻ ശ്രദ്ധിക്കാം. സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്താണ് ട്രാൻസ്ഫോമറിനെ കാണണം. ഓക്കെ, എല്ലാവർക്കും അറിയാം സ്റ്റെപ്പ് അപ്പ്. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യമാണ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂട്ടണം അല്ലേ, കുറഞ്ഞ വോൾട്ടേജ് കൂട്ടണം. ആ പേര് തന്നെ നമുക്ക് കിട്ടും. സ്റ്റെപ്പ് അപ്പ് എന്നുള്ള സ്റ്റെപ്പ് കയറി പോവാണ്. അത് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജ് എന്താക്കാൻ പോവാണ്, വലിയ വോൾട്ടേജ് കൂട്ടാൻ പോകുന്ന ഉപകരണം എന്ത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നോക്കണം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കണ്ടാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വോൾട്ടേജിനെ എന്താക്കുന്ന ആളാ, കൂടിയ വോൾട്ടേജ് ആക്കുന്ന ആളാ. പക്ഷെ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, കൂടിയ വോൾട്ടേജിന് എന്താക്കും, കുറഞ്ഞ വോൾട്ടേജ് ആക്കി മാറ്റുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ. ശ്രദ്ധിച്ചിരുന്നോ? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. നമ്മൾ മറ്റേ കളിക്കുടുക്കലൊക്കെ വ്യത്യാസം കണ്ടിരിക്കുന്നതൊക്കെ പറയാല്ലേ. അതേപോലെ നോക്കിയോടാ, ഈ സ്റ്റെപ്പ് അപ്പ് ഇതാണ്, ഇത് സ്റ്റെപ്പ് അപ്പാണ്, ഇതെന്താണ് സ്റ്റെപ്പ് ഡൗൺ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ആണ്. ശ്രദ്ധിച്ചിരുന്നോ? ഈ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പിനെ പ്രത്യേകം നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് അപ്പിൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഇവിടുത്തെ വോൾട്ടേജ് കുറവാണെന്ന് പറഞ്ഞു. അതായത് നമുക്ക് എല്ലാം തൊട്ടുമ്പ് പറഞ്ഞു ചെറിയ സാധനം മിസ്സായി പോയിട്ട് എന്തായിരുന്നു? അത് രണ്ട് കോയിലുകൾ ഉണ്ട്. ഒന്ന് പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ എന്ന് പറയും. അതായത് പ്രൈമറി കോയിലിലെ വോൾട്ടേജ് നമുക്ക് VP എന്ന് വിളിച്ചൂടെ. അതേപോലെ തന്നെ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് നമുക്ക് എന്ത് വിളിക്കാം? VS എന്ന് വിളിക്കാം. ഇതേപോലെ തന്നെ അവിടെ VP ഉണ്ടാവും, അവിടെ VS ഉണ്ടാവും. ഇതേപോലെ തന്നെ പ്രൈമറി കോയിലെ ചുറ്റുകളുടെ എണ്ണത്തിന് നമുക്ക് എന്ത് വിളിക്കാം? NP എന്ന് വിളിക്കാം. സെക്കൻഡറി കോയിലെ ചുറ്റുകളുടെ എണ്ണത്തിന് നമ്പർ ഓഫ് ടേൺസ് മലയാളത്തിൽ പറയും. ഓക്കെ, ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, മലയാളം ഇംഗ്ലീഷ് മാറിപ്പോകില്ലേ? ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇംഗ്ലീഷ് പറയും, മലയാളത്തിൽ ചുറ്റുകളുടെ എണ്ണം എന്ന് പറയും. ഈ ചുറ്റുകളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് പ്രൈമറിയിലാണോ സെക്കൻഡറിയിലോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം പ്രൈമറിയിലാണ് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലാണ് ചുറ്റുകളുടെ എണ്ണം കുറവ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ നേരെ ഡൗണിക്ക് നോക്കുക, പ്രൈമറി ചുറ്റുകളാണ് കൂടുതലാണ്. NP നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിൽ കൂടുതലാണ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? സെക്കൻഡറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ കാര്യം ഒന്നാമത്തെ വ്യത്യാസമായിട്ട് നമുക്ക് എടുത്തൂടെ. രണ്ടാമത്തെ വ്യത്യാസം നമുക്ക് അല്ലെ, ഒന്നാമത്തെ ഇതിന് മുമ്പുള്ള 0ാമത്തെ
ഈ വ്യത്യാസം നമ്മൾ പറയാം. അങ്ങനത്തെ വ്യത്യാസം സാധനമാണ്. നോക്കിക്കോ, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് കുറവാണ്. അതായത് ഇവിടുത്തെ വി പി പ്രൈമറിയിലെ വോൾട്ടേജ് കുറവാണ്. ആരെ? സ്റ്റെപ്പ് അപ്പിന്റെ. അതിനെ കൂട്ടുകയാണ്. അപ്പോൾ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ വ്യത്യാസം കിട്ടി. ഇവിടെ നോക്ക്, ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൈമറിയിലെ വോൾട്ടേജ് എന്താണ്? കൂടുതലും സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്താണ്? കുറവായിരിക്കും. കാരണം ഇവിടെ എന്ത് ചെയ്യാണ്? വോൾട്ടേജ് കുറയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രൈമറിയിലെ വോൾട്ടേജ് കൂടുതലും സെക്കൻഡറി വോൾട്ടേജ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് വ്യത്യാസം ഇവിടെ നിന്ന് കിട്ടില്ല. മൂന്നാമത്തെ വേണമെങ്കിൽ പറയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വോൾട്ടേജ് കുറഞ്ഞാൽ അവിടെ എന്ത് കൂടും? എന്ത് കൂടും? കറണ്ട് എന്ത് ചെയ്യും? കൂടും. വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കൂടും. വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കൂടുമെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ, നമുക്കറിയാം സ്റ്റെപ്പ് അപ്പിൽ വോൾട്ടേജ് പ്രൈമറിയിലാണ് കുറവ്. സ്റ്റെപ്പ് അപ്പിൽ വോൾട്ടേജ് പ്രൈമറിയിലാണ് കുറവ്. സ്റ്റെപ്പ് അപ്പിൽ വോൾട്ടേജ് പ്രൈമറിയിൽ കുറവാണെങ്കിൽ അവിടുത്തെ കറണ്ട് എന്തിക്കണം? ഷുവർ, യെസ് യെസ്, അതന്നെ. അതായത് അവിടുത്തെ കറണ്ട് എന്തിക്കണം? കൂടുതലായിരിക്കും. പ്രൈമറിയിൽ കറണ്ട് കൂടുതലും സെക്കൻഡറിയിൽ കറണ്ട് കുറവായിരിക്കണം. ഈ തൊള്ള നിൽക്കുന്ന ഭാഗത്തുള്ള ആൾ കൂടുതലും, തൊള്ള പൂട്ടിക്കുന്ന ആൾക്ക് ഭാഗത്തുള്ള ആൾക്കാർ കുറവായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ലെസ് ദാൻ ഗ്രേറ്റർ എന്നൊക്കെ പറയില്ലേ? ഓക്കെ, അപ്പോൾ ഐ പി ഇസ് ഗ്രേറ്റർ ദാൻ ഐ എസ്, എൻ പി ഇസ് ലെസ് ദാൻ എൻ എസ്, വി പി ഇസ് ലെസ് ദാൻ വി എസ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ കറണ്ട് നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വോൾട്ടേജ് പ്രൈമറിയിൽ എന്താണ്? കൂടുതലോ കുറവാ? കൂടുതലോ കുറവാ? യെസ്, പ്രൈമറിയിൽ എന്താണ്? കൂടുതലും. സെക്കൻഡറിയിൽ എന്താണ്? സെക്കൻഡറിയിൽ എന്താണ്? കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അല്ലേ? പക്ഷെ ശ്രദ്ധിക്കുക, അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഉണ്ടാവുക. കറണ്ട് പ്രൈമറിയിൽ എന്തായിരിക്കും? ഇവിടെ പ്രൈമറി വോൾട്ടേജ് കൂടുതലാണ്, അപ്പൊ കറണ്ട് കുറവും. സെക്കൻഡറിയിൽ കറണ്ടും എന്താണ്? കൂടുതലും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ മൂന്ന് ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് പ്രത്യേകത ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പിന് 3 പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗണിന് 3 പ്രത്യേകത സംഭവം കിട്ടാന്ന് വിചാരിക്കണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് മക്കളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. മാച്ച് ദ ഫോളോയിങ്. നമ്മൾ 8ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് 4ാം ക്ലാസ് മുതൽ ചെയ്ത് തുടങ്ങിയ പറയുന്നത് ചേരുമ്പടി ചേർക്കുക ചെയ്യാൻ പോകുക. ശ്രദ്ധിക്കുക കേട്ടോ. ചേരുമ്പടി 2 കോളം ഉണ്ട്. കോളം എ, കോളം ബി. കോളം എ, കോളം ബി. ഓക്കെ, ശേഷം കോളം എ, കോളം ബി ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ ആരൊക്കെ നോക്കാം? എ സി ജനറേറ്റർ ഉണ്ട്. അത് ഡി സി ജനറേറ്റർ അല്ല, ഇതാരാണ്? ഡി സി മോട്ടോറാണ് കേട്ടോ. മോട്ടോറാണ് മറക്കരുത്. ഡി സി മോട്ടോറാണ്. ഡി സി മോട്ടോർ ഉണ്ട്. ഇവിടെ പിന്നെ ലൗഡ് സ്പീക്കർ ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്. കുറച്ച് ആളുകൾ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, മോട്ടോർ ഉണ്ട്. അതേപോലെ തന്നെ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, സ്ലിപ്പ് റിംഗ് ഉണ്ട്. ആ വാക്ക് സ്പ്ലിറ്റും മാറിപ്പോകരുത്. ഒക്കെ ശ്രദ്ധിക്കുക, പറയാൻ പോകട്ടോ. ഓക്കെ, അപ്പോൾ ചേരുമ്പടി ചേർക്കണം. എ കോളം ബി കോളം നമ്മൾ ചേരുമ്പടി ചേർക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജനറേറ്റർ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. എ സി ജനറേറ്റർ ഉണ്ട്, ഡി സി ജനറേറ്റർ ഉണ്ട്. ഡി സി മോട്ടോർ ആണ് വേറെ വേണ്ടി നമ്മൾ എഴുതി തൊട്ടുമ്പോൾ ചാർട്ട് പിടിച്ചിട്ടുണ്ട്. ആ ഡി സി മോട്ടോർ ഇവിടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം നോക്കിയാൽ പറയാൻ പോകാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നോക്കണം, ഇവിടെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നോക്കി. മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, മോട്ടോർ ഉണ്ട്, സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, സ്ലിപ്പ് റിംഗ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഈ ചാപ്റ്റർ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ജസ്റ്റ് വൺ ഷോട്ട് അടിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് മക്കളെ? യെസ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് എന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ആണോ? അല്ല. യെസ് ആണ്. ഇനി അടുത്ത സാധനം പറയാൻ പോകട്ടോ. ശരി കേട്ടോ. എ സി മോട്ടോർ അവിടെ നിന്ന് നമ്മൾ പറയാൻ പോകട്ടെ. മോട്ടോർ തത്വം ആരുമായി ബന്ധപ്പെട്ടേക്കാരം? ആരെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഒന്ന് ആലോചിച്ചോക്കെ. മോട്ടോർ തത്വം തൊട്ടുമ്പോൾ ചാർട്ട് പഠിച്ചാണ്. മോട്ടോർ തത്വം എന്ന് പറഞ്ഞാൽ ആരെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്? ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഇനി നോക്ക് സ്പ്ലിറ്റ് റിംഗും സ്ലിപ്പ് റിംഗും. സ്പ്ലിറ്റ് ഇവിടെങ്കിലും കേട്ടോ ഓർമ്മ. സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞാൽ പകുതി വട്ടാണ്. ഫുൾ വട്ടല്ല, ഫുൾ റിംഗ് അല്ല, പകുതി റിംഗ് ആണ്. കേട്ടോ, ഫുൾ റിംഗ് ആണ്, അല്ല പകുതി റിംഗ് ആണ്. ഈ പകുതി റിംഗ് ആരുടെ? ഡി സി മോട്ടോറുമായിട്ടാണ് ആര് ബന്ധപ്പെട്ട് എടുക്കുന്നത്? സ്ലിപ്പ് റിംഗ് ബന്ധപ്പെട്ട്. നമ്മൾ ചിത്രം നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. നമുക്ക് ചിത്രം നോക്കിയ ചിത്രം ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഏകദേശം ഇങ്ങനെയാണ് ചിത്രം വരുന്നത്. ഇതില് ഇപ്പുറത്ത് ഒരു നോർത്ത് ഉണ്ട്, ഇപ്പുറത്ത് സൗത്ത് ഉണ്ട്. ഓക്കെ, ഇത് മായ്ക്കാൻ പറ്റില്ല നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ മായ്ക്കാൻ പറ്റും. ഓക്കെ, സെറ്റ്. അപ്പോൾ പറയാൻ പോകട്ടോ. ഇവിടെ യെസ്, ഇങ്ങനെ 2 സെറ്റപ്പ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ പോയിട്ട് യെസ്, ഏകദേശം ഒരു ഡി സി ജനറേറ്റർ ആണെങ്കിലും എ സി ജനറേറ്റർ ആണെങ്കിലും എ സി ജനറേറ്റർ, ഡി സി ജനറേറ്റർ ഉണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡി സി മോട്ടോർ, വൈദ്യുത മോട്ടോർ ആണെങ്കിലും ഏകദേശം ചിത്രം ഇതുപോലെയാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ, ഏകദേശം ചിത്രം ഇതുപോലെയാണ്. ഇതില് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ബാറ്ററി ആണെങ്കിൽ നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കണം. കറണ്ട് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജനറേറ്റർ എന്ത് ഉണ്ടാക്കല്ലേ? ഒരു സാധനം ഉണ്ടാക്കാണ്, വൈദ്യുതി ഉണ്ടാക്കാണ്. അപ്പൊ ജനറേറ്റർക്ക് കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. കറണ്ട് അങ്ങോട്ട് കൊടുക്കുവോ? ജനറേറ്റർക്ക് കൊടുക്കുവോ? ഇല്ല. ജനറേറ്റർ കറണ്ട് ഇങ്ങോട്ട് തരിക ചെയ്യുക. അപ്പോൾ ബാറ്ററി കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ജനറേറ്റർ അല്ല, ഇത് എന്താണ്? ഒരു മോട്ടോറാണ്. കറണ്ട് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആരെയാണ്? മോട്ടോർ മാത്രമല്ലേ? അപ്പോൾ ഇതൊരു മോട്ടോർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ശ്രദ്ധിക്കുന്ന കാര്യം, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു?
ഈ ബാറ്ററി മാറ്റി. ഇപ്പൊ നമുക്ക് ഒരു ചിത്രം മനസ്സിലായി, ഇവിടെ ബാറ്ററി തന്നാൽ, ഇതേപോലെ ചിത്രം തന്നിട്ട് ഇവിടെ ബാറ്ററി തന്നാൽ ഇത് മനസ്സിലാക്കണം, അത് മോട്ടറാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബാറ്ററിക്ക് പകരം ഇവിടെ നിങ്ങൾക്ക് എന്ത് തരികയാണ്, ഒരു ബൾബ് തരികയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോ, ബൾബ് തന്നിട്ടുണ്ട്. ബൾബ് തന്നിൽ തന്നെ രണ്ട് വ്യത്യാസം, രണ്ട് മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോട്ടെ, ജസ്റ്റ് വരച്ച് കാണിച്ചാൽ ഇവിടെ പകുതി വട്ടാണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, ഹാഫ് സർക്കിൾ ആണെങ്കിൽ, സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, പകുതി വട്ടാണെങ്കിൽ മനസ്സിലാക്കണം ഇത് എന്താണ്, ഡി സി ആണോ എ സി ആണോ, ഡി സി ജനറേറ്റർ ആണ്. മറക്കരുത്, ബൾബാണ് കൊടുത്തുള്ളത്. അപ്പൊ കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ എന്താ, ഇത് കത്തണമെങ്കിൽ കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഇതെന്താണ്, ഡി സി ബൾബാണ്, സോറി ഡി സി ബൾബാണ്, യെസ് അതന്നെ ബൾബാണ്. അപ്പൊ അവിടെ നിന്ന് കറണ്ട് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരികയാണ്. ഇതെന്താ, പക്ഷേ ഇവിടെ എന്താ ഉള്ളത്, പകുതി വട്ടാണ്, സ്പ്ലിറ്റ് റിംഗ് ആണ്, സ്പ്ലിറ്റ് ആയിട്ടുള്ള പകുതി വട്ടാണ്. അപ്പൊ എന്താണ്, ഡി സി ജനറേറ്റർ ആണ്. ഓക്കെ, ഡി സി ജനറേറ്ററിന് ശേഷം നമ്മൾ അടുത്ത പഠിക്കാൻ സാധാരണ ടോപ്പിക് ശ്രദ്ധിക്കുക. ഡി സി ജനറേറ്ററിന് ശേഷം നമ്മൾ പറഞ്ഞ സാധനമാണ് എന്ത്, ഇത് പകുതി വട്ടത്തിൽ പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, പകുതി വട്ടത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫുൾ വട്ടം എടുക്കാൻ പോകുന്നത്. ഫുൾ റിംഗ് ആണ്. ഇവിടെ വീണ്ടും ആരെന്നെയാണ്, ബൾബ് തന്നെയാണ്, ഫുൾ റിംഗ് ആണ്. അപ്പൊ ഇവിടുന്ന് വരുന്നത് മക്കളെ ശ്രദ്ധിക്കുക, ഫുൾ റിംഗ് ആണ് വിളിക്കുന്ന പേര് സ്പ്ലിറ്റ് അല്ല, സ്ലിപ്പാണ്. സ്ലിപ്പ് റിംഗ് എന്ന് വിളിക്കും, മറക്കരുത്. സ്ലിപ്പ് റിംഗ് എന്ന് വിളിക്കും, മറക്കരുത്. സ്ലിപ്പ് റിംഗ് ആണ്. സ്ലിപ്പ് റിംഗ് പറയുമ്പോൾ അവിടുന്ന് കണ്ട് എന്തൊരു കറണ്ട് വരുമ്പോൾ ഇവിടുന്ന് വരുന്ന എ സി ഇവിടുന്ന് സ്ലിപ്പ് റിംഗിന് പുറത്തേക്ക് വരുമ്പോൾ അതും എന്തെന്നെയാണ്, എ സി തന്നെയാണ്. പക്ഷെ സ്പ്ലിറ്റ് റിംഗിൽ ഇവിടെ വരെ എ സി ആണെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താവും, അത് എക്സ്റ്റേണൽ സർക്യൂട്ടിക്ക്, ബാഹ്യ സർക്യൂട്ടിക്ക് പോകുമ്പോൾ എന്താ മാറും, ഈ ഡി സി ആയി മാറും, ഡി സി സർക്യൂട്ട്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സി ജനറേറ്റർ ആണ്. അപ്പോൾ മറക്കരുത്, ഇത് ഫുൾ ആണെങ്കിൽ, ഫുൾ റിംഗ് ആണെങ്കിൽ, സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ എന്താണ്, എ സി ജനറേറ്റർ ആണ്. പകുതി റിംഗ് ആണെങ്കിൽ എന്താണ്, സ്പ്ലിറ്റ് റിംഗ് എന്ന് വിളിക്കും, എന്താണ്, ഡി സി ജനറേറ്റർ. തിരിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിലേക്കാണ്, അടുത്ത മോട്ടോർ പ്രിൻസിപ്പൽ എന്തൊക്കെയാണ്, ലൗഡ് സ്പീക്കറിലേക്കാണ്. അടുത്ത് പറയുന്നത് എ സി ജനറേറ്റർ. സ്പ്ലിറ്റോ, എ സി ജനറേറ്റർ എന്താണ്, സ്പ്ലിറ്റോ, യെസ്, ഏതാണ്, സ്ലിപ്പ് റിംഗ് ആണ്. ഡി സി മോട്ടോർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, മോട്ടോറിന് ബൾബല്ല, ബാറ്ററിയാണ് ഉണ്ടാവുക. ബാറ്ററി ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് തന്നെ ആയിരിക്കും, സ്പ്ലിറ്റ് റിംഗ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചെയിൻ പിടിച്ച് ഏകദേശം മനസ്സിലായി വിചാരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഗിവൻ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് കറണ്ട്, അതായത് ചിത്രം നിരീക്ഷിക്കുന്ന ചിത്രം നോക്കാം, ഉത്തരങ്ങൾ പറയാം. ഒന്നാമത്, an electric current is not continuously produced through the secondary coil when the switch is turned on. അതായത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിൽ തുടർച്ചയായിട്ട് വൈദ്യുത പ്രവാഹം ഇല്ലാത്തതിന് കാരണം എന്താണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതാണ് പ്രൈമറി കോയിൽ, ഇതാണ് സെക്കൻഡറി കോയിൽ. കാരണം എന്താ, കറണ്ട് കൊടുക്കുന്ന ട്രാൻസ്ഫോമർ ആണ്. കറണ്ട് കൊടുക്കുന്ന ഈ സംഭവം എന്ത്, പ്രൈമറി കോയിൽ. കറണ്ട് ലഭിക്കുന്ന അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് അളക്കുന്ന ഉപകരണമാണ്. ഓക്കെ, അമ്മീറ്റർ കൊടുക്കുക മനസ്സിലാകുന്ന കാര്യം എന്താ വെച്ചാൽ, അമ്മീറ്റർ ആണെങ്കിൽ ഇവിടെ കറണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ കറണ്ട് കൊടുക്കുന്ന പ്രൈമറി കോയിലും ഇതെന്താണ്, സെക്കൻഡറി കോയിലുമാണ്. മറക്കരുത്, സെക്കൻഡറി കോയിലുമാണ്. അപ്പൊ നമ്മളോട് എന്ത് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കി എന്തായാലും കറണ്ട് പോകും. പോസിറ്റീവ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്, കറണ്ട് പോകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, തുടർച്ചയായിട്ട് എവിടെ വൈദ്യുത പ്രവാഹം ഇല്ല, സെക്കൻഡറി കോയിലിൽ വൈദ്യുത പ്രവാഹമില്ല. കാരണം എന്താ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കടാ, ഇവിടെ എന്താ കൊടുത്തുള്ളത്, ബാറ്ററിയാണ്, ഡി സി ബാറ്ററിയാണ്. ഡി സി ബാറ്ററിയിൽ കണ്ടിന്യൂസ് ആയി ഡയറക്ഷൻ മാറോ ഇല്ല. അവൻ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ തൊട്ടപ്പുറത്തെ കോയിൽ എന്ത് ഇൻഡ്യൂസ് ആവും, ഒരു EMF ഇൻഡ്യൂസ് ആവും. അങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ആവുന്നുള്ള കാര്യങ്ങൾ പഠിച്ചാണ്, ഒരു EMF ഇൻഡ്യൂസ് ആവും പഠിച്ചാണ്. ഓക്കെ, പക്ഷേ അത് ഇൻഡ്യൂസ് ആവണമെങ്കിൽ ഇവിടെ എന്ത് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വേണം. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. കാരണം ഇവിടെ എന്താ കൊടുത്തുള്ളത്, ഡി സി ബാറ്ററിയാണ് കൂടെ. നമുക്ക് എല്ലാവർക്കും പറയുന്നത് എന്ത് കൊടുത്താലും ഡി സി ബാറ്ററി ചേഞ്ച് ആക്കില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഒരിക്കലും ചേഞ്ച് ആക്കില്ല. അത് മനസ്സിലാക്കണം. ഇവിടെ എ സി കൊടുത്താണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് EMF കിട്ടുള്ളൂ. ഡി സി കൊടുക്കുമ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന ആ ഒരു ഒറ്റ സെക്കൻഡ്, അതേപോലെ സ്വിച്ച് ഓഫ് ആവുന്ന ഒറ്റ സെക്കൻഡ് മാത്രമേ EMF ഇൻഡ്യൂസ് ആവുള്ളൂ. കാരണം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഇല്ലാത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആണ്. പക്ഷേ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴോ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാവുള്ളൂ, അതൊരു ചേഞ്ച്. അപ്പൊ ചേഞ്ച് ഉണ്ടാവുമ്പോൾ മാത്രം EMF ഇൻഡ്യൂസ് ആവുള്ളൂ. അത് ഡി സിന്റെ കേസിൽ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ എ സി കൊടുത്ത് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം കിട്ടി. കാരണം അവിടെ എന്താ കൊടുത്തുള്ളത്, ഡി സി ആണ് കൊടുത്തുള്ളത്, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ, ഇനി സെക്കൻഡറി കോയിൽ തുടർച്ചയായി വൈദ്യുതപ്രവാഹം രൂപപ്പെടുന്നതിന് പ്രൈമറി കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുത സർക്കിളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ചോദ്യം സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. അതായത് വാട്ട് ഇസ് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ടു എൻഷുർ എ കണ്ടിന്യൂസ് ഇലക്ട്രിക് കറന്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ? അതായത് ഒരു പ്രൈമറി കോയിലിൽ എന്തെല്ലാം മാറ്റമാണ് വരുത്തേണ്ടത്, എന്തിന് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് EMF ലഭിക്കണമെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് EMF കിട്ടണമെങ്കിൽ സെക്കൻഡറി കോയിലല്ല പ്രൈമറി കോയിലിൽ എന്തെല്ലാം ചേഞ്ച് വരുത്തണം? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. ഡി സി മാറ്റം എന്തൊക്കെ, എന്ത് കൊടുക്കുക, എ സി കൊടുക്കുക. മറക്കരുത്, ഇതാണ് ഡി സിന്റെ. മറക്കരുത് എന്താ, ജസ്റ്റ് മനസ്സിലാണ്. ഓക്കെ, ഒരു ബാറ്ററിന് ചുറ്റും. ഓക്കെ, ശരി, യെസ്,
ബാറ്ററി കൊടുത്താൽ അതാണ് ഡി സിയുടെ ചിഹ്നം. പക്ഷേ എ സിയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിയുടെ ചിഹ്നം സിമ്പിൾ ആണ്, ഒരു വട്ടത്തിനുള്ള എന്ത് തിരിച്ചിട്ട് എസ്. ഇതാണ് എ സിയുടെ ചിഹ്നം. അപ്പോൾ ഇതാണെങ്കിൽ ഡി സി ആണ് കൊടുത്തിട്ടുണ്ടാവുക, ഇതാണെങ്കിൽ എന്താണ് എ സി ആണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ an ideal transformer has a primary coil of 1000 turns and a secondary coil of 500 turns. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, മാത്സ് ആണ്. മാത്സ് എന്താ? ഭൂലോകത്തിന്റെ സ്പന്ദനമാണ്. ഫിസിക്സ് എന്ന മാത്സ് ആണ്. ഒക്കെ ശരിയാ. അത് ഫിസിക്സ് നമ്മൾ ഫിസിക്സ് സാധനം പറയണം എന്ന് വെച്ചാൽ ഫിസിക്സ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ത്? മാത്സ്. സിമ്പിൾ ആട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. an ideal transformer has a primary coil of 1000 turns and a secondary coil of 500 turns if the primary voltage is 120 volt. സിമ്പിൾ ആണ്. താഴത്തെ രണ്ട് കോയിൽ കൊടുത്തിട്ട് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ തലേക്ക് ആദ്യം വരണം രണ്ട് കോയിൽ. ഒന്ന് പ്രൈമറി ആണ്, സെക്കൻഡറി ആണ്. വോൾട്ടേജ് കൊടുക്കുന്നത് പ്രൈമറി, വോൾട്ടേജ് കിട്ടുന്നത് കറണ്ട് കിട്ടുന്നത് സെക്കൻഡറി. ഓക്കെ, ശ്രദ്ധിക്കാം. നമുക്ക് പറയാൻ പോട്ടെ. രണ്ട് കോയിലുടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് കോയിലുണ്ട്. ഒന്നാമത്തെ കോയിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? ഒന്നാമത്തെ കോയിൽ കൊടുക്കാൻ പോവല്ല. ഒന്നാമത്തെ കോയിൽ എന്ത് തന്നിട്ടുണ്ട്? 1000 ടേൺസ്. അതായത് പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിൽ 1000 ചുറ്റുകളും സെക്കൻഡറി കോയിൽ എത്ര ചുറ്റുകൾ? 500 ചുറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പ്രൈമറി കോയിൽ ആക്കി എടുത്തു. നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. പ്രൈമറി കോയിൽ എത്ര ചുറ്റുകളാ? 1000. യെസ്, 1000 ചുറ്റുകളുണ്ട്. ഓക്കെ, 1000 ചുറ്റുകൾ തന്നിട്ടുണ്ട്. അതേപോലെ എന്ത് തന്നിട്ടുണ്ട്? ശരി, സെക്കൻഡറി കോയിൽ എത്ര ചുറ്റുകളുണ്ടാ? യെസ്, 500 ചുറ്റുകളുണ്ട്. ഓക്കെ, ചുറ്റുകൾ തന്നിട്ടുണ്ട്. ഇനി അടുത്ത് പറയാൻ പോവാണ്. നോക്കടാ, സെക്കൻഡറി കോയിൽ ശേഷം പ്രൈമറിയിൽ എത്ര വോൾട്ടേജ്? യെസ്, പ്രൈമറിയിൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നോക്കാം, ജസ്റ്റ് വരട. പ്രൈമറിയിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? 100 എന്തുണ്ട്? യെസ്, 120 വോൾട്ട് എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചോദ്യം എന്താ? സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ്? അങ്ങനെ പ്രൈമറിയിൽ 120 വോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ്? ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? മക്കളെ, നിങ്ങൾ ട്രാൻസ്ഫോമർ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ത് വരക്കുക? ഒരു ഡെമോ ആയിട്ട് എന്ത് വരക്കണം? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് വരച്ച് കാണിച്ചാൽ ഇതേപോലെ ഒരു ട്രാൻസ്ഫോമർ. കറക്റ്റ് ഏത് ട്രാൻസ്ഫോമർ ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ട്രാൻസ്ഫോമർ ആദ്യം ട്രാൻസ്ഫോമർ എന്ന ക്വസ്റ്റ്യനിൽ പേരുണ്ടോ? ഇതേപോലെ എന്ത് ചെയ്യുക? ചുറ്റുകളാണ് നോക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഡെമോ വരച്ച് വെക്കുക. ഡെമോ വരച്ച് വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നത്? ഇതേപോലെ അടയാളപ്പെടുത്തുണ്ടോ? ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ട് നോക്കി നോക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്ത്? 1000 ചുറ്റുകൾ തന്നിട്ടുണ്ട് പ്രൈമറിയിൽ. അവ പ്രൈമറിന്റെ അവിടെ എന്ത് ചെയ്യുക? 1000 1000 എഴുതി കൊടുക്കുക. ഇത് 100 ആയിട്ടുള്ളൂ അല്ലേ? 1000 എഴുതി കൊടുക്കുക. സെക്കൻഡറി എത്ര തന്നിട്ടുണ്ട്? 500 തന്നിട്ടുണ്ട്. ആ സെക്കൻഡറി 1000 എന്ത് ചെയ്യുക? 500 എഴുതി വെക്കുക. ഈ സെക്കൻഡറി പ്രൈമറിയിൽ എത്ര വോൾട്ട് തന്നിട്ടുണ്ട്? എത്ര വോൾട്ട് തന്നിട്ടുണ്ട്? 120 വോൾട്ട് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ വോൾട്ടേജ് 120 വോൾട്ട് കഴിച്ച് സെക്കൻഡറി വോൾട്ട് കണ്ടിരിക്കുക. അതേപോലെ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. ഈ കാര്യമാണ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം ചെയ്യേണ്ട കാര്യം. ട്രാൻസ്ഫോമർ വരച്ച് വെക്കുക. റെഡി ആണല്ലോ? ശരി, ഇനി തന്നുള്ള കാര്യം വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകട്ടെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യേണ്ടത്? ട്രാൻസ്ഫോമർ ഇക്വേഷൻ ആദ്യം ഓർമ്മ തന്നോക്കാം. തന്നുള്ള കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ? ജസ്റ്റ് എഴുതാൻ പോവാണ്. ആദ്യം എഴുതാൻ പോകുന്നത് എന്താണ് നിറം പിടിച്ചത്? ഓക്കെ, യെസ്, എഴുതാൻ പോകുന്നത് പറയാൻ പോകുന്നത് വി എസ് കേട്ടോ. വി പി അല്ല വി പി. കാരണം വി പി നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ വോൾട്ട് തന്നിട്ട് എത്ര തന്നിട്ടുണ്ട്? 120 120 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി നോക്ക് അങ്ങനെ മാർക്കില്ല. യെസ്, കറക്റ്റ്. ഇനി വി പി വന്നിട്ടുണ്ട്. വി എസ് നമുക്ക് തന്നില്ല. വി എസ് നമുക്ക് തന്നിട്ടില്ല. വി എസ് നമുക്ക് തന്നിട്ടില്ല. ഇനി പക്ഷേ ആര് തന്നിട്ടുണ്ട്? എൻ പി തന്നിട്ട് നോക്കണം. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം, പ്രൈമറി ചുറ്റുകളുടെ എൻ പി ആണ്. പ്രൈമറി ചുറ്റുകളുടെ എത്രയാണ്? 1000 ആണ് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ എൻ എസ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ടോ? സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്ര തന്നിട്ടുണ്ട്? 500 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? വി എസ് കണ്ടുപിടിക്കാം. വി എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് എന്ത്? വി എസ് ബൈ വി പി സമം എന്താണ്? എൻ എസ് ബൈ എന്താണ്? എൻ എസ് ബൈ എൻ പി ആണ്. ഓക്കെ, വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി. ഇനി നമ്മൾ നോക്കണം. തന്നത് അങ്ങനെ എടുത്ത് നോക്കിയൊക്കെ നമുക്ക് വി എസ് തന്നിട്ടില്ല. പക്ഷെ വി പി തന്നില്ല. വി എസ് തന്നില്ല. വി എസ് തരാത്ത അതേപോലെ ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് മെത്തേഡാണ്. ആദ്യം ചിത്രം വരക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, മൂന്നാമത്തെ എന്ത് ചെയ്യുക? വി എസ് നോക്കിയോ പറയാൻ പോകട്ടോ. കുത്തും നമുക്ക് വന്നുകളാ. ഓക്കെ, ശരി, റെഡിയോ? ഓക്കെ, വി എസ് നമുക്ക് തന്നിട്ടില്ല. വി എസിന് അതേപോലെ. ഇനി വി പി തന്നിട്ടുണ്ട്. എത്ര? 120 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ എസ് തന്നു നോക്കണം മക്കളെ. എൻ എസ് തന്നിട്ടുണ്ട്. എൻ എസ് എത്ര? സെക്കൻഡറിയിലെ ചുറ്റുകളാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. സെക്കൻഡ് നമ്പർ ഓഫ് ടേൺസ് എത്ര? 500 ആണ്. സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 500 ആണ്. 500 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ പി പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 1000 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടിക്കലാണ് മക്കളെ. ഈ പോർഷനിൽ വെട്ടിക്കലാണ് അല്ലാത്തൊരു ക്വസ്റ്റ്യനോട് ചോദിക്കൂല. ഓക്കെ ആണല്ലോ? അപ്പൊ വെട്ടിക്കലാൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ. വെട്ടിക്കലാൻ പോവാണ്. ആദ്യം വെട്ടിക്കളതിന് മുമ്പ് നമുക്ക് ആരെ കൊണ്ടാവാണ്ട്? ഇവന്നൊരു ചെങ്ങായിനെ അങ്ങോട്ട് കൊണ്ടാവാണ്ട്. വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി എസിന് അതേപോലെ വി എസ് എഴുതി കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഡിവൈഡ് ബൈ 120 ഉണ്ട്. ഡിവൈഡ് ബൈ 120 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? എല്ലാവർക്കും അതിന്റെ കാര്യം സിമ്പിൾ എന്താ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, അപ്പോൾ 500 ഓക്കെ, കളർ മാറി 500 ഓക്കെ റെഡി. ഓക്കെ, കളർ 500 ഉണ്ട്, 500 മുകളിലുണ്ട്, താഴത്ത് എന്തുണ്ട്? ഒരു 1000 1000 ഉണ്ട്. റെഡി ആണല്ലോ. ഇവിടുന്ന് 120 ഡിവിഷൻ അപ്പുറത്ത് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. എത്ര? 120 മൾട്ടിപ്ലിക്കേഷൻ ആയി. 0 0 കട്ടായി പോയി, 0 0 കട്ടായി പോയി. വീണ്ടും 0 ഉണ്ട്, വീണ്ടും 0 കട്ടായി പോയി. ബാക്കി ഒരു 5 ഉണ്ട്, ഒരു 1 ഉണ്ട്, 12 ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് കിട്ടുക 5/1 ഇൻറ്റു 12 ആണ് കിട്ടുക. 5/1 ഇൻറ്റു എന്താ കിട്ടുക? ഇൻറ്റു പോയി. യെസ്, 5/1 ഇൻറ്റു 12 ആണ് കിട്ടുക. ഇനി നോക്കടാ, 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെ അല്ലേ? അപ്പൊ ഈക്വൽസ് നോക്കടാ, 5/1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. 5/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 തന്നെയാണ്. ഈക്വൽസ് 5 ഇൻറ്റു എന്ത് കിട്ടും? 12. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10 5 50 2 5 10 50 + 10 എത്ര? 60 എല്ലാവർക്കും അറിയാം. അപ്പൊ നോക്കടാ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? എ പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് സെക്കൻഡറി വോൾട്ടേജ്? സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? സെക്കൻഡറി വോൾട്ടേജ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 60 വോൾട്ട്. എന്ന് കണ്ടുപിടിച്ചു? VS നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 60 വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഓക്കെടാ, 60 വോൾട്ട് VS കണ്ടുപിടിച്ചെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻപുട്ട് കറണ്ട് 5 ആംപിയർ ആണെങ്കിൽ കറണ്ട് തന്നിട്ടുണ്ട്. അടുത്ത ആൾ ഇങ്ങനെ വരുന്നത് കറണ്ട് തന്നിട്ടുണ്ട്. 5 ആംപിയർ കറണ്ട് ആണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്. ഇൻപുട്ടിൽ എന്തുണ്ട്? ഇൻപുട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ ഐ എന്തുണ്ട്? യെസ്, ഐ എന്തോ ഇങ്ങനെ. ഓക്കെ, ഐ വന്നിട്ടുണ്ട്, ഒരു വര 2 വര. ഐ വന്നിട്ടുണ്ട്. പിന്നെ എന്ത്? ഇൻപുട്ട് കറണ്ട് പ്രൈമറിയിലെ കറണ്ട് ആണ്. IP തന്നിട്ടുണ്ട്. ഓക്കടാ, എത്ര ആംപിയർ എന്നുള്ളത്? 5 ആംപിയർ. മറക്കരുത്, കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. 5 ആംപിയർ, 5 ആംപിയർ ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? ഔട്ട്പുട്ട് കറണ്ട് അല്ല, ഔട്ട്പുട്ട് പവർ എത്രയാണ്? ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ വെൻ ദ ഇൻപുട്ട് കറണ്ട് ഈസ് 5 ആംപിയർ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് അടുത്ത ടോപ്പിക്. ഒരു ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണോ അത്ര തന്നെയായിരിക്കും ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ എത്രയാണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് പവർ. മറക്കരുത്, രണ്ട് കോയിലും പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻപുട്ടും ഔട്ട്പുട്ടും പവർ എന്താണ്? സെയിം ആണ്. പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും സെയിം. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ഇൻപുട്ടിൽ കറണ്ട് തന്നിട്ടുണ്ട്, ഇൻപുട്ടിലെ വോൾട്ടേജ് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. കറണ്ടും വോൾട്ടേജും കിട്ടിയ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പവറും വോൾട്ടേജും കിട്ടിയാൽ, പവറും വോൾട്ടേജ് ഇല്ല, കറണ്ടും വോൾട്ടേജും കിട്ടിയ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് P = V × I. ഓക്കെ ആണല്ലോ. പ്രൈമറിയിലെ എന്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 120 വോൾട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻറ്റു കറണ്ട് എത്ര? പ്രൈമറിയിലെ കറണ്ട് എത്ര? പ്രൈമറിയിലെ ഇൻപുട്ട് കറണ്ട് എത്ര? 5 ആംപിയർ ആണ്. അപ്പൊ അതിന് എന്ത് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പൊ 120 × 5, 120 × 5 എത്ര കിട്ടാം? ഓക്കെ, 10 × 5 ഇത് ആദ്യം ഇതിലുണ്ട് വിളിച്ച പൂജനെ മറന്നു കളയാം. മാച്ച് ചെയ്യുമ്പോൾ പൂജനെ മറന്നു കളയാം. ഓക്കെ, 10 × 5 എത്ര? 50 എന്നറിയാം. 2 5 10 എന്നറിയാം. 50 + 5 എത്ര? 5 50 + 10 എത്ര കിട്ടുക? 60 കിട്ടും. 60ഉം ബാക്കിയുള്ള പൂജ്യം മറന്നാൽ പൂജ്യം എന്ത് ചെയ്യുക? തിരിച്ചു വിളിച്ചാൽ ബാക്കി എത്ര കിട്ടും? 600 വാട്ട് പവർന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ കിട്ടിയില്ലേ? സിമ്പിൾ അല്ല പരിപാടി. ഓക്കെ, ഇനി നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An ideal transformer has an input voltage of 220 volt and output voltage of 110 volt if the input current is 2 ampere. If നമ്മൾ നിർത്തിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 110 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 2 ആംപിയർ കറണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ if നമ്മൾ നിർത്തിക്കാണ്, എന്താണ് എടുക്കാൻ പോകുന്നത്? കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് കറണ്ട് കണക്കാക്കുക. മക്കളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ട്രാൻസ്ഫോമർ വരക്കാനുള്ളതാണ്. ട്രാൻസ്ഫോമർ വരച്ചിട്ടുണ്ട്, നോക്കി നോക്കുക. അത് ഇൻപുട്ട് കറണ്ട് വോൾട്ടേജ് ഉണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കി എന്തൊക്കെ തന്നെ നോക്കിയോളാം. 220 വോൾട്ട് ആണ് എന്ത്? ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ എന്ത് എഴുതി? 220 വോൾട്ട് എഴുതി. ഇൻപുട്ട് കറണ്ട് തന്നിട്ടുണ്ട് എത്ര? 2 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട് അല്ലെ? 2 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര? 110 വോൾട്ട് ആണ്. മറക്കരുത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണുള്ളത്? 110 വോൾട്ട്, 110 വോൾട്ട് ആണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ സെക്കൻഡറിയിലെ കറണ്ട് ആണ്, IS ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി ആണല്ലോ? IS കണ്ടുപിടിക്കണം. ശരിയാണ്, പറയാൻ പോകണം. റെഡി? അപ്പോ നമ്മളിത് ഓക്കെ റെഡി പറയാൻ പോവാണ്. എന്താ പോവാത്തെ? ഓക്കെ, അയച്ചു പറയാൻ പോട്ടാ. മക്കളെ, കണ്ടുപിടിക്കേണ്ടത് IS ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? VP തന്നിട്ടുണ്ട്, IP
ടി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വി എന്തും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്. IS കണ്ടുപിടിക്കാം. ഈ നാലാൾക്കുള്ള ഇക്വേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. വി പി സമം എന്താണ്? IP/IS ആണ്. IP/IS ആണ്. റെഡി ആണല്ലോ? VS നമുക്ക് തന്നിട്ട് നോക്കി നോക്കാം. എല്ലാം ഇട്ട് കൊടുക്കാൻ പോവാണ്. VS നമുക്ക് തന്നിട്ടുണ്ട്. VS എത്ര 110 വോൾട്ട് തന്നിട്ടുണ്ട്. VP എത്ര തന്നിട്ടുണ്ട്? 220 വോൾട്ട് തന്നിട്ടുണ്ട്. 220 വോൾട്ട് തന്നിട്ടുണ്ട്. നോക്കടാ, IP എത്ര? IP 2 ആംപിയർ ആണ്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, സിമ്പിൾ അവരുടെ. പക്ഷേ ഇത് മനസ്സിലായി. ചെറിയ സിമ്പിൾ പ്രശ്നം എന്താ വെച്ചാൽ IS താഴത്താണ് വന്നിട്ടുള്ളത്. എന്ത് താഴത്താണ് വന്നിട്ടുള്ളത്? IS ഇവിടെ വന്നുള്ളത് IS താഴത്താണ് വന്നിട്ടുള്ളത്. IS താഴത്താവുമ്പോൾ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യം. സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇയാളെ കണ്ടിട. അത് ഇക്വേഷൻ അപ്പുറത്ത് തിരിച്ചിടുമ്പോൾ ഇപ്പുറത്ത് തിരിച്ചു. കാരണം IS നമുക്ക് മുകളിൽ കിട്ടണം, എന്നാലും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഇക്വേഷൻ അപ്പം തിരിച്ചുമ്പോൾ ഇപ്പുറത്ത് എന്ത് ചെയ്യണം? തിരിച്ചിടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യാൻ പോകട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പുറത്ത് തിരിച്ചിട്ട് എന്തായിരുന്നു? IS ജസ്റ്റ് ഇക്വേഷൻ തിരിച്ചിടാൻ പോവാണ്. 220 വോൾട്ട്. താഴത്തോ 110 വോൾട്ട്. ഓക്കെ, 110 വോൾട്ടും 220 വോൾട്ടും തിരിച്ചിട്ടുണ്ട്. ഇത് ചെയ്യാൻ പോകുന്നത് മുകളിൽ ഒരു IS വന്നു. IS മുകളിൽ വന്നു അല്ലേ? IS മുകളിൽ വന്നു കേട്ടോ. IS മുകളിൽ വന്നു. താഴ്ത്താറുണ്ട് ഒരു 2 ആംപിയർ ഉണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഈ 2 ഇങ്ങോട്ട് കൊടുത്താൽ പോലെ, 2 കൊടുത്താൽ മതി. ഹരിക്കം 2 ഇപ്പം എത്തുമ്പോൾ എന്താവും? ഗുണിക്കണം 2 ആവും. അപ്പോ IS ഈക്വൽസ് നമുക്ക് എന്ത് കിട്ടും? 220/110 ഇൻറ്റു 2 കിട്ടും. സിമ്പിൾ അല്ലേ? 110 ഇൻറ്റു 2 കിട്ടും. 110. ഓക്കെ, 110 അല്ലേ? 110 ഇൻറ്റു 2 കിട്ടും. 220ഉം 110ഉം കട്ടായി. 220 കട്ടായി പോലെ 220 പകുതിയാണ് 110. ഇവിടെ 2 ബാക്കി ഉണ്ടാവും. അപ്പൊ 2 ഇൻറ്റു 2 നമുക്ക് എന്ത് കിട്ടും? 4 ആംപിയറിന് ആൻസർ കിട്ടും. നമുക്ക് എന്ത് കിട്ടി? IS എന്ത് കിട്ടുക? IS നമുക്ക് കിട്ടി. IS കിട്ടി എന്ത്? ഓക്കെ, എന്താ കട്ടാവത്തെ? റെഡി വായിക്കാൻ പോവാണ്. നമുക്ക് എന്ത് കിട്ടി? IS നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ആംപിയർ ആണെന്ന് IS കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെഡി. IS 4 ആംപിയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 4 ആംപിയർ റെഡി ആണല്ലോ? 4 ആംപിയർ നമുക്ക് കിട്ടിയില്ല. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റൻ നോക്കുന്നത് A പാർട്ട് മാത്രം കിട്ടിയില്ല കേട്ടോ. A പാർട്ട് മാത്രം നമുക്ക് കിട്ടിയത്, ഔട്ട്പുട്ട് കറണ്ട് മാത്രം കിട്ടിയത് 4 ആംപിയർ. യെസ്, 4 ആംപിയർ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കാം. Find the ratio of number of turns in primary and secondary coils. പ്രൈമറിയിലെയും സെക്കൻഡറി കോയിലെയും ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം കണ്ടുപിടിക്കാൻ പോകുന്നത്. അനുപാതം കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? കട്ടയുള്ള സമയം കേട്ടോ. റെഡി കട്ട് യെസ്, നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അനുപാതം കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഒരാൾ പോയില്ലേ? നോക്കിക്കാം. എഴുതിയിട്ടുണ്ട്. എത്ര ഓർമ്മ ഉണ്ടാ? 220 വോൾട്ടും താഴത്ത് IP എത്രയായിരുന്നു മക്കളെ? 2 ആംപിയർ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ VP നമുക്ക് 220 വോൾട്ട് വന്നിട്ടുണ്ട്. IP 2 ആംപിയർ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? പറയാൻ പോവാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ NS/NP ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ. നോക്കിയാ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി സെക്കൻഡറി കോയിൽസ്. അതായത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിൽ ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം കണ്ടെത്തുക. നമ്മൾ നേരത്തെ സംഭവം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഈ ഫോണിൽ ഉണ്ടാവില്ല കേട്ടോ. ചങ്ങായിക്ക് എന്തോ നാളെ നല്ല ഒരു കുത്തും 2 തലയെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഉണ്ടായി ചങ്ങായിക്ക് വരില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് അവിടെ കണ്ടെത്തുണ്ടാകുന്നതന്നെ കേട്ടോ. കണ്ടെത്തുണ്ടാകുന്നത്. അപ്പോൾ മറക്കരുത്. ഓക്കെ, അത് കണ്ടെത്താൻ പോവാണ്. NS/NP കണ്ടുപിടിക്കാൻ പോവാണ്. റെഡി? NS/NP ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് VPയും VSും ചെയ്യാം, അല്ലെങ്കിൽ IPയും ISും ചെയ്യാം. നമ്മൾ കണ്ടുപിടിച്ചാൽ IS അല്ലേ? അപ്പോൾ നമുക്ക് IS ചെയ്യാം. നോക്കി നോക്കാം. NS/NP നമുക്ക് VS/VP ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വെച്ചും ചെയ്യാം? IP/IS വെച്ചും ചെയ്യാം. റെഡി ആണല്ലോ? പറയാൻ പോവാട്ടോ. റെഡി? പറയാൻ പോവാണ്. റെഡി? പറയാൻ പോവാണ്. പെന്നാക്ക്. റെഡി? NS/NP സമോ IS ആണോ? അല്ല. എന്താണ്? IP ആണ്. IP/ എന്താണ്? IS ആണ്. റെഡി ആണല്ലോ? NS/NP സമം IP/IS ആണ്. IP/IS കണ്ടുപിടിക്കാം. നമുക്ക് IP തന്നിട്ടുണ്ട്. IP എത്ര? IP 2 ആംപിയർ ആണ്. IP എത്രയാണ്? 2 ആംപിയർ ആണ്. 2 ആംപിയർ തന്നിട്ടുണ്ട്. IS 4 ആംപിയർ ആണ്. 4 ആംപിയർ നമ്മൾ എഴുതിയിട്ടുണ്ട്. 2/4 എത്ര കിട്ടുക? 2/4 എത്ര കിട്ടുക? 2/4 4 കട്ട് ചെയ്താൽ 1/2 കിട്ടും. എന്താ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഇവിടുത്തെ റേഷ്യോ 0.5 ആണെങ്കിൽ എന്താണ്? 1/2 ആണ്. 1/2 ഇവിടുത്തെ റേഷ്യോ എത്ര? 1/2 ആണ് ഇവിടുത്തെ റേഷ്യോ. ബി പാർട്ടിന്റെ ആൻസർ എന്താണ്? 1/2. ദ റേഷ്യോ ബിറ്റ്വീൻ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിൽ റേഷ്യോ എത്രയാണ്?
1/2 ഒരു മാർക്ക് കിട്ടിയില്ലേ? ഒരു മാർക്ക് കിട്ടി. ഇത് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 110 വോൾട്ട് 500 വാട്ട് പവർ ഒരു ഉപകരണം ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാൽ യഥാർത്ഥ പവർ ലഭ്യമാകുമോ? വിശദീകരിക്കുക. ഇഫ് ഇലക്ട്രിക് അപ്ലയൻസ് വിത്ത് 110 വോൾട്ട് 110 വോൾട്ട് 500 വാട്ട് പവർ ഈസ് കണക്റ്റഡ് ടു സെക്കൻഡറി കോയിൽ ഓഫ് എ transformer and operator, will the actual power will be available? Explain ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ 2 മാർക്ക് ഉണ്ടാവും മിക്കവാറും. ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 110 വോൾട്ട് 500 വാട്ട് ഇതെന്താണ് റെപ്രസെന്റ്? 110 വോൾട്ട് 500 വാട്ട് തന്നങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെങ്ങായിക്ക് 110 വോൾട്ട് കൊടുത്താൽ ഈ ചെങ്ങായി എത്ര പവറിൽ വർക്ക് ചെയ്യും? 500 വാട്ട് പവറിൽ എന്ത് ചെയ്യും? ഈ ചെങ്ങായിക്ക് ലഭിക്കും. ഈ ചെങ്ങായി 500 വാട്ട് പവറിൽ എന്തെങ്കിലും വർക്ക് ചെയ്യും. അതാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം, ഈ ട്രാൻസ്ഫോമറിന്റെ അപ്പുറത്ത് 500 വാട്ട് പവർ നമുക്ക് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യും? അപ്പുറത്തുള്ള പവർ കണ്ടുപിടിക്കണം. പവറിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പവറിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് പവറിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും ഓക്കെ. പവറിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല്? യെസ്, ഡീറ്റ് ചെയ്യാൻ പോകണം. ഡീറ്റ് പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പി സമോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് ഇൻറ്റു കറന്റ് ആണ്. പി സമം എന്താണ്? വി ഇൻറ്റു ഐ ആണ്. വി ഇൻറ്റു ഐ ആണ്. മക്കളെ നമ്മൾ സെക്കൻഡറി ആണ് എന്ത് ആ ഉപകരണം കണക്ട് ചെയ്യാൻ പോകുന്നത്. ഉപകരണം കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജും കറണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമ്മുടെ പവർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ 110 ഗുണിക്കണം 4. യെസ്, 110 ഗുണിക്കണം 4 എത്ര പവർ നമുക്കിവിടെ കിട്ടുള്ളൂ? 440 വാട്ട് പവറേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. 440 വാട്ട് മതിയാ? 440 വാട്ട് മതിയാ? എത്ര വേണ്ടി? 500 വാട്ട് വേണം. ഈ ഉപകരണം വർക്ക് ചെയ്യോ? ഇല്ല, വർക്ക് ചെയ്യൂല. കാരണം 500 വാട്ട് നമുക്ക് കിട്ടുന്നില്ല. അതോടുകൂടി ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? ആദ്യം ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിച്ചു, പിന്നെ ഇവിടുത്തെ അനുപാതി റേഷ്യോ കണ്ടുപിടിച്ചു, പിന്നെ അവിടുത്തെ എന്ത് കണ്ടുപിടിച്ചു? ഈ പവർ കണ്ടുപിടിച്ചു. നമുക്ക് എത്ര കിട്ടിയത്? 440 വാട്ടാണ് കിട്ടിയത്. ഈ ഉപകരണം എന്തില്ല? വർക്ക് ചെയ്യില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻ ഇൻ അവർ കൺട്രി? നമ്മുടെ നാട്ടില് സബ് സ്റ്റേഷനുകളിൽ പവർ സ്റ്റേഷനുകളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? സിമ്പിൾ ആണ്. എന്തൊക്കെ 230 വോൾട്ട് വന്നിട്ടുണ്ട്, 230 കിലോ വോൾട്ട് വന്നിട്ടുണ്ട്, 11 വോൾട്ട് വന്നിട്ടുണ്ട്, 11 കിലോ വോൾട്ട് വന്നിട്ടുണ്ട്. മക്കളെ എങ്ങനെ മനസ്സിലാക്കണം. ഒരു പവർ സ്റ്റേഷനിൽ നമ്മുടെ ഇന്ത്യയില് നമ്മുടെ നാട്ടില് ഒരു പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യില്ലല്ലോ, പവർ സ്റ്റേഷൻ ഉണ്ടാക്കുകയല്ലേ ചെയ്യുക. പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 കിലോ വോൾട്ട് ആണ്. എക്സാമിൽ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും, 11,000 വോൾട്ട് ചോദിക്കും. 11,000 വോൾട്ട് എന്ന് പറഞ്ഞാലും 11 കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. മറക്കരുത്, 11 കിലോ വോൾട്ട് ആണ് പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, അല്ല സാറേ 230 ഇവിടെ കേട്ടിരുന്നല്ലോ. മക്കളെ മറക്കരുത്, 230 എന്ന് പറഞ്ഞാല് നമ്മളെ പെരയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് 230 വോൾട്ട് ആണ്. നമ്മളെ പെരയ്ക്ക് എത്ര ആവശ്യമുള്ളൂ? 230 ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ എത്ര ഉണ്ടാക്കുന്നുണ്ട്? 11 കിലോ വോൾട്ട് വൈദ്യുതി പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നുണ്ട്. മറക്കരുത്, അതിൽ 11,000 വോൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വെറും 230 കിലോ വാട്ട് അല്ല, 230 വോൾട്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ, വീടുകളിൽ ആവശ്യമുള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. പണ്ട് ഉപയോഗിക്കുന്നില്ല, അത് ക്വസ്റ്റ്യൻ കേട്ടോ. ശ്രദ്ധിച്ചോ, ഇതിലെ പ്രോബ്ലം ഒക്കെ ചെയ്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഒബ്സർവ് ദ ഫിഗർ, കമ്പയർ ദ ബ്രൈറ്റ്നസ് ഓഫ് ഈച്ച് ലാമ്പ്, ഗിവൻ ആർഗ്യുമെന്റ്സ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ചിത്രം നിരീക്ഷിക്കുക. നോക്കി, നിരീക്ഷിച്ചതിന് ശേഷം അല്ലാതെ നിരീക്ഷിച്ചു. ഈ ഓരോ ബൾബിന്റെയും പ്രകാശ തീവ്രത താരതമ്യം ചെയ്യുക. നിങ്ങൾ ഉത്തരം എന്ത് ചെയ്യാം? സമർത്ഥിക്കുക. എന്ത് ചെയ്യാൻ? നമ്മൾ ആർഗ്യുമെന്റ് എന്ത് ചെയ്യാണ്? ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻസർ കണ്ടുപിടിക്കാനാണ് കേട്ടോ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ ഫിഗർ എ ന്റെ ബി ന്റെ സി ന്റെ ഡിന് ഒരു ചെറിയ വരണ്ടല്ലോ, എന്ന് നോക്കണം കേട്ടാ. എക്സ്ട്രാ എന്തോ ലോജിക്കലല്ല, എന്തോ ഒരു ടെക്നിക്കൽ എററാട്ടാ. ശ്രദ്ധിക്കുക. അപ്പൊ ഫിഗർ എയിൽ ഇവിടെ എന്താ ഉള്ളത്? നിങ്ങൾ നോക്കേണ്ടത് നേരെ ഈ ചങ്ങായിമാർക്ക് എന്താ കൊടുത്തിട്ട് നോക്കാൻ പോകണ്ടോ. ഞാൻ കഴിഞ്ഞ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് AC, എന്താണ് DC എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AC നമ്മൾ അടയാളപ്പെടുത്തൽ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു വട്ടാണ്. എസ് അല്ല, തിരിച്ചിട്ട് എസ് ആണ്. പക്ഷേ DC അടയാളപ്പെടുത്തൽ ഇങ്ങനെ വട്ടാണോ? അല്ല. DC അടയാളപ്പെടുത്തൽ എങ്ങനെയാണ്? DC അടയാളപ്പെടുത്തൽ ഒന്നെങ്കിൽ സെല്ല് ഉണ്ടാവും, അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാവും. ഇവിടെ നോക്കടാ, ഇവിടെ ബാറ്ററി തന്നുള്ളത് ബാറ്ററി അല്ലേ? ബാറ്ററി ആണ്, ഇവിടെയും ബാറ്ററി ആണ്. അപ്പൊ ഫിഗർ എയിലും ഫിഗർ ഡിയിലും എന്താണുള്ളത്? ബാറ്ററി ആണ് കൊടുത്തുള്ളത്. ഫിഗർ ബിയിലും ഫിഗർ സിയിലും AC ആണ് കൊടുത്തുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ, ഇത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 2 കോയിൽ ഉണ്ട്. ഇവിടുന്ന് അപ്പുറത്ത് കറണ്ട് പോകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് പോലെ ചങ്ങായി വർക്ക് ചെയ്യുള്ളൂ അല്ലെ? ആണ്. ഇവിടുത്തെ EMF ഇവിടെ സ്വിച്ച് പോലും ഇല്ല. സ്വിച്ച് ഓൺ ആക്കി ഓഫ് ആക്കണമെങ്കിലും സ്വിച്ച് പോലും ഇല്ല കേട്ടോ. ശ്രദ്ധിക്കാം, മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 2 കോയിലാണ്. ഈ കോയിൽ നിന്ന് കറണ്ട് അങ്ങോട്ട് പോകണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ വേണം. ആ വേരിയേഷൻ ഉണ്ടാണെങ്കിൽ ഡീസിനെ കൊണ്ട് പറ്റൂല. ആരെ കൊണ്ടേ പറ്റുള്ളൂ? എസിനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ ബിയും സിയും മാത്രം ഇവിടെ കത്തുള്ളൂ. ബാക്കി ഉണ്ടാക്കാൻ എന്ത് ചെയ്യില്ല, കത്തൂല.
അപ്പൊ ഇനി ബാക്കി ഒഴിവാക്കിക്കൂടെ? കത്തൂല. കാരണം DC ആയാലും എന്തായാലും ഇവിടെ അങ്ങോട്ട് EMF ഇൻഡ്യൂസ് ആവില്ല, EMF പ്രേരിതമാവില്ല. പ്രേരിതമായ മാത്രമേ കത്തുള്ളൂ. ഇത് ബൾബാട്ടോ, ബൾബിന്റെ ചിഹ്നാട്ടോ ഈ സാധനം. ഈ ഇൻഡു ഒക്കെ ചിലപ്പോൾ ബൾബിന്റെ ചിഹ്നം ഇങ്ങനെയും കാണിക്കാറുണ്ട്, ഇങ്ങനെയും കാണിക്കാറുണ്ട്, ഇങ്ങനെയും കാണിക്കാറുണ്ട്. രണ്ടും ബൾബ് തന്നെ കേട്ടോ, മാറിപ്പോയത്. ഓക്കെ, അത് പറയാൻ പോകണം, ശ്രദ്ധിച്ചില്ല പറയാൻ പോകണം. റെഡി? നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇതില് ഓരോ ബൾബിന്റെ പ്രകാശ തീവ്രത തമ്മിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് താരതമ്യം ചെയ്യാൻ പറഞ്ഞത്, താരതമ്യം ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചേക്കോ, പറയാൻ പോകണ്ട. റെഡി? അപ്പൊ ഒന്നാമത്തെ കാര്യം ഓക്കെ പോയി യെസ് റെഡി പറയാൻ പോകണ്ട. ശ്രദ്ധിച്ചാട്ടോ മക്കളെ, ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ DC ആണ്, ഇത് AC ആണ്. റെഡി ആണല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കണം, കോയിലിൻ്റെ ഉള്ളിൽ വേറെ സുനാപ്പി വന്നിട്ടുണ്ടല്ലോ. ഒരു കോയിലിന് വന്നിട്ടുണ്ട്. ഈ ചങ്ങയുടെ പേരാണ് പച്ചിരുമ്പ് കോർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ. സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് കോർ, മറക്കരുത്. സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ്, മറക്കരുത്. പച്ചിരുമ്പ് കോർ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പച്ചിരുമ്പ് കോർ കൂട്ടിയാൽ കുറച്ചും കൂടി എന്തോറും പവർ കൂടും. എന്ത് പവർ? നമ്മളിങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് സ്റ്റാമിന അടിച്ച് കേട്ടോ, പ്രോട്ടീൻ പൗഡർ കേട്ടില്ലേ? അതേപോലെ തന്നെ ആ പ്രോട്ടീൻ പൗഡർ അടിക്കുന്ന പോലെ ഈ ചങ്ങായിക്ക് ഈ കറണ്ട് കുറച്ച് കൂടുതൽ ഇലക്ട്രിസിറ്റി ഒക്കെ അപ്പുറത്തേക്ക് ഇൻഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഗതി പേര് പച്ചിരുമ്പ് കോർ. ആ പച്ചിരുമ്പ് കോർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ വാർത്താന്തം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ചങ്ങായിക്ക് കറണ്ട് ഉണ്ടാവും, പക്ഷേ ഇയാളെക്കാട്ട് എന്തൊക്കെയാണ് കുറവായിരിക്കും. കാരണം ഇവിടെ കുറച്ച് ഇൻഡ്യൂസ് ആവുള്ളൂ, ഇവിടെ കൂടുതൽ പച്ചിരുമ്പ് കോർ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ ഇൻഡ്യൂസ് ആവും, ഇവിടെ കുറച്ച് ഇൻഡ്യൂസ് ആവുള്ളൂ. ആ വ്യത്യാസം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ചോദിച്ചത് പ്രകാശ തീവ്രത താരതമ്യം ചെയ്യാനാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഫിഗർ എയും ഫിഗർ ഡിയിലും എന്താണ്? DC ആണ്. ചെങ്ങന്മാർക്ക് അത്യാവശ്യമില്ല, പിന്നെ തിരിഞ്ഞോക്കാൻ ആവശ്യമില്ല. ഇനി കത്ത രണ്ടാൾക്കാരിൽ തന്നെ പച്ചിരുമ്പ് കോറുള്ള ആൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് ഉണ്ടാവും. കൂടുതൽ പ്രകാശ തീവ്രത, കറണ്ട് അല്ല പ്രകാശ തീവ്രത ഉണ്ടാവും. ഈ ചങ്ങായിക്ക് കുറച്ച് പ്രകാശ തീവ്രത ഉണ്ടാവുള്ളൂ. ഐഡിയ മനസ്സിലാക്കണല്ലോ? അപ്പോൾ സംഭവം വിശദീകരിക്കുക. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? സംഭവം പക്ഷെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക? അത് എഴുതി വെക്കുക. റെഡിയാണല്ലോ? ഈ ചെങ്ങന്മാർക്ക് കത്തൂല, ഇയാൾക്ക് തീവ്രത കുറവ്, ഇയാൾക്ക് തീവ്രത കൂടുതൽ. അല്ലെങ്കിൽ ലുമിനോസിറ്റി അല്ലെങ്കിൽ എന്താണ് ബ്രൈറ്റ്നസ് എന്താണ്? കൂടുതൽ. ബ്രൈറ്റ്നസ് കൂടുതൽ, ബ്രൈറ്റ്നസ് കുറവ്. മറക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ജഗജിരി സാധനം വന്നിട്ടുണ്ട്. എന്ത്? നമ്മുടെ ജനറേറ്റർ വന്നിട്ടാ. ഓക്കെ, ശരിയാ. അങ്ങനെ ഒബ്സർവ് ദ ഫിഗർ. ഈ ഉപകരണത്തിലെ വാട്ട് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് വെൻ ദ ആർമേച്ചർ ഓഫ് ദ ഡിവൈസ് റൊട്ടേറ്റ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ ഉപകരണത്തിലെ ആർമേച്ചർ കറങ്ങുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമാണ്? ഉത്തരം സാധൂകരിക്കുക. സിംപിളാ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാണെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാവണം? ജനറേറ്റർ പാർട്സ് മനസ്സിലാവണം. ജനറേറ്ററിന് ആകെ 2 പാർട്സ് ഉണ്ടാവും. ആദ്യത്തെ പാർട്സ് എന്താ? ഒരു നോർത്ത് ഉണ്ടാവും. ഷോപ്പ് ചെയ്ത് കാണുമല്ലോ. ഓക്കെ, ഒരു നോർത്ത് ഉണ്ടാവും. യെസ്, നോർത്ത് ഉണ്ടാവും. പിന്നെന്തുണ്ടാവും? സൗത്ത് ഉണ്ടാവും. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഫീൽഡ് മാഗ്നറ്റ്സ് അല്ലെങ്കിൽ ഫീൽഡ് കാന്തകൾ വിളിക്കും. പിന്നെ ഒരു ആർമേച്ചർ ഉണ്ടാവും. ആർമേച്ചർ, ഈ ചങ്ങാനെ പേര് ആർമേച്ചർ. ഓക്കെ, ആർമേച്ചർ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. പിന്നെ ഈ രണ്ട് ചങ്ങായി പകുതിയായി 2 വട്ടങ്ങൾ, പകുതി 2 വട്ടങ്ങൾ വിളിക്കുന്ന പേര് എന്താണ്? കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞ ചാപ്റ്ററില്ല, കുറച്ചും മുമ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞതാ സ്പ്ലിറ്ററിങ്. എന്താണ് സ്പ്ലിറ്ററിങ്? പിന്നെ എന്താ? ഈ സ്പ്ലിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് എന്തുണ്ട്? എന്തുണ്ടാവും? ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ടാവും. ഗ്രാഫൈറ്റ് ബ്രഷ് നേരെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വരച്ച് കാണിട്ട് ഒന്നുകൂടി അരക്കണം കേട്ടോ. ശ്രദ്ധിക്കുക, കാണുന്നുണ്ടോ? യെസ്, ബ്ലാക്ക് കാണിട്ട് തോന്നില്ല. ഇപ്പൊ നിങ്ങൾ നേരെ കൊടുക്കാണ്ട് ഒരു ഏതെങ്കിലും ബൾബൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജനറേറ്റർ ആണ്. ജനറേറ്റർ എന്തുണ്ടാക്കുക? കറണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അവിടെ ബൾബ് കറണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ഉപകരണത്തിൽ ആർമേച്ചർ കറങ്ങുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമാണ്? ഉത്തരം സാധൂകരിക്കുക. ഇതിന്റെ എന്താ? ആർമേച്ചർ കറങ്ങാൻ പോവാണ്. ആർമേച്ചർ കറങ്ങുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ ഇത് സ്പ്ലിറ്റ് ആണ്. മറക്കരുത്, സ്ലിപ്പ് അല്ല, സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് ആവുമ്പോൾ സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ ബാഹ്യ സർക്യൂട്ടിലേക്ക് ലഭിക്കുക എന്താണ്? AC ആണോ? അല്ല. എന്താണ്? ഇവിടെ AC ഉണ്ടാവുന്ന AC ഒക്കെ തന്നെയാണ്. ഒരു ആർമേച്ചർ ഉണ്ടാവുന്ന AC ആണ്. പക്ഷെ അവിടുന്ന് ഒരു പുറത്തേക്ക് എത്തുമ്പോൾ ബാഹ്യ സർക്യൂട്ടിൽ എന്താ ലഭിക്കുക? മക്കളെ മറക്കരുത്, സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിലും മനസ്സിൽ കയറ്റി വെച്ചോ, കുത്തി കയറ്റി വെച്ചോ. സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുക DC ആണ്. എന്താ കിട്ടുക? DC ആണ് കിട്ടുക. ഇനി നോക്കാം, ആർമേച്ചർ നിശ്ചലമാക്കി ഫീൽഡ് കാന്തം കറക്കിയാൽ ബാഹ്യ സർക്യൂട്ടിൽ ലഭിക്കുന്ന വൈദ്യുതി ഏത് തരമായിരിക്കും? കാരണം എന്ത്? ആർമേച്ചർ നിശ്ചലമാക്കി ഈ ചങ്ങായി ഇങ്ങനെ കറങ്ങാൻ മനസ്സിലാ ഇതല്ലട്ടോ, ഓക്കെയല്ല. ഓക്കെ, കറങ്ങാൻ മനസ്സിലാ ചുറ്റും എന്ത് വെച്ചിട്ടുണ്ട്? ഈ ചങ്ങായി നിർത്തിയാല് സ്പ്ലിറ്റ് റിംഗ് ഇറങ്ങോ? ഇല്ല. താഴത്തുള്ള സ്പ്ലിറ്റ് റിംഗ് ഇറങ്ങോ? താഴത്തുള്ള സ്പ്ലിറ്റ് റിംഗ് കറങ്ങൂല. 2 മാഗ്നറ്റ് എന്ത് ചെയ്യണം? മാഗ്നറ്റ് തിരിച്ചു കറങ്ങാട്ടോ. മക്കളെ മറക്കരുത്. ഇയാളെ നിർത്തിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഈ 2 മാഗ്നറ്റ് പിടിച്ച് തിരിച്ചും കറക്കി. അപ്പൊ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പ്ലിറ്റ് റിംഗ് കറങ്ങുന്നില്ല. സ്പ്ലിറ്റ് റിംഗ് കറങ്ങുന്നില്ലെങ്കിൽ ഇതിന്റെ എഫക്ട് എന്തേക്കാരം? ഇവിടെ ഉണ്ടാവുന്ന അതേ കറണ്ട് അപ്പുറത്ത് പോവുക ചെയ്യുക. ഒരിക്കലും അത് എന്തേയും ആവില്ല, DC ആവില്ല. ഇത് ശരിക്കും ഒറ്റ ഒരു വയറും കണക്ട് ചെയ്ത പോലെ എഫക്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന AC അതേപോലെ പുറത്തേക്ക് AC ആയിട്ട് പോകും. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മറക്കരുത്. ഇഫ് ദ ആർമേച്ചർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി, വെറുതെ ആർമേച്ചർ എന്ത് ചെയ്തു? ആർമേച്ചർ കേട്ടോ. യെസ്, ആർമേച്ചർ കേട്ടോ. ഈ ആർമേച്ചർ സ്റ്റേഷനായി നിർത്തി. സ്റ്റേഷനായി നിർത്തിയാല് ഈ ചങ്ങായി സാധാരണ കറങ്ങ ചങ്ങായിയാണ്. ഈ കറങ്ങ ചങ്ങായി സ്റ്റേഷനായി നിർത്തിയാൽ
എന്താ സംഭവിക്കാനാണ് ചോദ്യം. മക്കളെ ഇതിൽ ഉണ്ടാവുന്ന എ സി കറണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി പോകണം എങ്ങനെയാണ്? ഡി സി ആയിട്ടല്ല, എ സി ആയിട്ട്. നിങ്ങൾ സ്പ്ലിറ്ററിങ് ആയിക്കോട്ടെ, സ്ലിപ്പറിങ് ആയിക്കോട്ടെ, ഏത് വലിയ ഫലം കൊണ്ടു വെച്ചാലും അത് ഇവിടെ നിന്ന് എ സി ഉണ്ടായാലും നേരെ എടുക്കാൻ പോവാ, ഡി സി ആയിട്ട് പോവില്ല, എ സി ആയിട്ട് തന്നെയാണ് പോവുക. കാരണം ഇയാൾ കറങ്ങുന്നില്ല, സ്പ്ലിറ്ററിങ് കറങ്ങുന്നില്ല. ആരാ കറങ്ങുന്നത്? ഫീൽഡ് മാഗ്നറ്റ്സ് ആണ് കറങ്ങുന്നത്. ആ ഒരു പ്രശ്നം ആയതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന എ സി എന്താണ് എ സി എന്താവും? അതേപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകും, ഡി സി ആയി മാറില്ല. ഐഡിയ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കി. അടുത്ത ക്വസ്റ്റൻ പറഞ്ഞാല് അപ്പോൾ ട്രാൻസ്ഫോർമർ വിത്തൗട്ട് എനി പവർ ലോസ് ഹാസ് ഓപ്പറേറ്റിംഗ് അറ്റ് 240 ആൻഡ് വോൾട്ട് ആൻഡ് 3000 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 750 ടേൺസ് ഇൻ ദ സെക്കൻഡറി. ശ്രദ്ധിച്ചു കേട്ടോ. അതായത് 240 വോൾട്ട് പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോർമർ പ്രൈമറിയിൽ 300 ചുറ്റുകളാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. 240 വോൾട്ട് പ്രവർത്തിക്കുക പറഞ്ഞാല് ഇവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ ഇൻപുട്ട് വോൾട്ട് എത്ര ആയിരിക്കും? ഇൻപുട്ട് വോൾട്ട് എത്രയായിരിക്കും? 240 വോൾട്ട് ആയിരിക്കും. 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിട്ടോ, എന്താ? ട്രാൻസ്ഫോർമർ പ്രൈമറിയിൽ 3000 ചുറ്റുകൾ. പ്രൈമറി എന്ന് പറയുമ്പോൾ ഇതാണ് കോയില്. പ്രൈമറിയിൽ എത്ര ചുറ്റുകളാണ്? 3000 ചുറ്റുകളാണ്. അതേപോലെ തന്നെ സെക്കൻഡറിയിൽ എത്ര ചുറ്റുകളാണ്? സെക്കൻഡറിയിൽ നോക്കി 750 ആണ് അല്ലെ? യെസ്, 750 ടേൺസ് ചുറ്റുകളുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചോദ്യം പറഞ്ഞത് വി എസ് ആണ്. യെസ്, അതന്നെ. സെക്കൻഡറിയിൽ എന്താ കണ്ടുപിടിക്കുന്നത്? നോക്ക്. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി? സെക്കൻഡറി ലഭിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? ചോദ്യം കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതും. എന്താ? വി എസ് ബൈ വി പി സമം ഐ എസ് ബൈ അല്ല, കറണ്ട് അല്ല ഇവിടെ കണ്ടുപിടിക്കുന്നത്. എന്താ കണ്ടുപിടിക്കുന്നത്? എൻ ആണ്. യെസ്, എൻ എസ് ബൈ എന്താണ്? എൻ പി ആണ്. റെഡി ആണല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ചെറിയൊരു മാറ്റം വരുത്തി ചെയ്യാൻ പോണ്. വി എസിന് എന്ത് ചെയ്യും? എഴുതി. വി എസിനെ കണ്ടുപിടിക്കണം. വി എസ് നമ്മൾ എഴുതി. റെഡി ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ എസ് ബൈ എൻ ടി. നമ്മൾ സാധാരണ ചെയ്യുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. എല്ലാ പ്രാവശ്യം നമ്പർ ഇട്ട് കൊടുത്താണ് ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം നമ്പർ ഇട്ട് കൊടുക്കാതെ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്, നമ്പർ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും എൻ എസ് ബൈ എന്ത് കിട്ടും? എൻ പി ഇൻറ്റു യെസ് ഡിവൈഡ് ബൈ വി പി എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ വി പി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു വി പി കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്പറൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. വി എസ് നമുക്ക് അറിയില്ല, വി എസ് കണ്ടുപിടിക്കണം. എൻ എസ് വന്നിട്ട് എത്ര? സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം വന്നിട്ട് 750 ആണ്. യെസ്, എത്ര? 750 ആണ്. താഴത്തൊരു 3000 ഉണ്ട് മക്കളെ. എത്ര ഉണ്ട്? 3000 ഉണ്ട്. ഇൻറ്റു എത്ര? വി പി യെസ്, വി പി എത്ര? 240 തന്നിട്ടുണ്ട്. 240 തന്നിട്ടുണ്ട്. നോക്കണം, വെട്ടിക്കളയാൻ പോകുന്ന 0 വെട്ടി. ബാക്കി 75 ബൈ 30 ഉണ്ട്, 24 ഉണ്ട്. 75 ബൈ 30 ഉണ്ട്, 24 ഉണ്ട്. 75 ബൈ എന്ത് ചെയ്തു? 30 എഴുതി. ഇൻറ്റു എന്ത് എഴുതി? 24 എഴുതി. എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്? വി എസ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. എന്താ കണ്ടുപിടിക്കാൻ പോണത്? വി എസ് ആണ് കണ്ടുപിടിക്കാൻ പോണത്. ശരി. ഈ മൂന്ന് വെട്ടി 75 ഒന്നാക്കി വെട്ടി. 75നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. എത്ര മുകളിൽ കിട്ടുക? 25 മുകളിലുണ്ടാവും. താഴത്ത് 3 മാത്രം വെട്ടിയിട്ടുള്ളൂ. ബാക്കി ആരുണ്ട്? ഒരു 10 ബാക്കിയുണ്ട്. ഇൻറ്റു 25 ആണ്. ഇൻറ്റു 25 ആണ്. മറക്കരുത്, 25 അല്ല 24 ആണ്. ഇൻറ്റു 25 24 ബൈ 10. ശ്രദ്ധിച്ചു കേട്ടോ. ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം ഈ കണക്ക് ചെയ്ത് നോക്കണം. 25നെ 24 കൊണ്ട് ഗുണിച്ച് എത്ര കിട്ടാൻ നോക്കാൻ പോവാ. എന്തായാലും ഒരു പൂജ്യമുള്ള സംഖ്യ നോക്കുക. 5 4 20 0 2 4 8 8 + 2 10 100 കിട്ടി. 5 2 എത്ര? 5 2 10 0 1 2 2 4 4 + 1 5. എത്ര കിട്ടുക? 0 കിട്ടി. 5 + 1 എത്ര? 6. 600 കിട്ടിയിട്ടുണ്ട്. 25 × 24 എത്രയാണ്? 600 ഉണ്ട്. 600 ബൈ 10 ആണ് ആൻസർ വരിക. എത്ര ആൻസർ കിട്ടുക? വി എസിലെ വോൾട്ടേജ് എത്ര? വി എസിലെ വോൾട്ടേജ് ആണ് 60 വോൾട്ട്. 60 വോൾട്ട്. എത്ര വോൾട്ട്? 60 വോൾട്ട്. ശരി. അപ്പൊ വി എസ് നമുക്ക് എന്ത് കിട്ടി? നോക്ക്. സെക്കൻഡറിയിലെ വോൾട്ട് എത്ര ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? 60 വോൾട്ട് കിട്ടി. റെഡിയാണല്ലോ. അടുത്ത ക്വസ്റ്റൻ എന്താ? സെക്കൻഡറിയിലെ പവർ 480 വാട്ട് ആണെങ്കിൽ പ്രൈമറിയിലെ കറണ്ട്. നമുക്ക് സെക്കൻഡറിയിലെ പവർ എന്താ ചോദിച്ചില്ല? പ്രൈമറിയിലെ കറണ്ട് ചോദിച്ചു. സിമ്പിളാ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന. സെക്കൻഡറിയിലെ പവർ എത്രയാണോ അത്ര തന്നെയാണ് പ്രൈമറിയിലെ പവർ ഉണ്ടാവും അല്ലെ? സെക്കൻഡറിയിലെ പവർ എത്ര നോക്കണം? 480 വാട്ട് ആണെങ്കിൽ, ശ്രദ്ധിച്ചു കേട്ടോ, വാട്ട് ആണെങ്കിൽ പ്രൈമറിയിലെ പവർ തന്നെ കാരണം 480 വാട്ട് ആയിരിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, 480 വാട്ട് ആണ് പ്രൈമറിയിലെ പവർ. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് നമ്മൾ ഇത് ഫുൾ മായ്ക്കാൻ പോവാണ്. റെഡി. ഓക്കെ, റെഡി. ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ. യെസ്, ഡിലീറ്റ് ഓപ്ഷൻ. ഇനി പ്രൈമറിയിലെ പവർ നമുക്ക് എന്ത്? നമ്മൾ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വി ഇൻറ്റു ഐ ആണ്. പവറും വോൾട്ടേജും കാരണം ഇക്വേഷൻ വി ഇൻറ്റു ഐ ആണ്. നമുക്ക് പവർ എന്തിട്ടുണ്ട്? വോൾട്ടേജ് നമുക്ക് ഓൾറെഡി അറിയാം. പ്രൈമറി വോൾട്ടേജ് 240 നമുക്കെല്ലാം അറിയാം, ഓൾറെഡി അറിയാം.
പവർ നമുക്ക് എത്ര എന്നുള്ളത് പവർ നോക്കി 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 ഇവിടെ സെക്കൻഡറിയിലെ പവർ 480 വാട്ട് ആണെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് എത്ര? ഞാൻ പറഞ്ഞു സെക്കൻഡറിലെ പവർ 480 പ്രൈമറി പവർ എത്രയാണ്? 480 പവർ എത്ര? 480 ആണ്. ഓക്കെ, വോൾട്ടേജ് എത്ര? പ്രൈമറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജ് എവിടെയാണ്? പ്രൈമറിയിലെ വോൾട്ടേജ് എത്ര? 240 ആണ്. പ്രൈമറി വോൾട്ടേജ് നമ്മൾ എഴുതി എത്ര? 240 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു ഐ എത്ര? ഐ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ. അതെ, നോക്കുക. If the power secondary is 40 volt, what is the primary current? IP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ ഒഴിക്കുക സുഖമാണ്. 240 ഇൻറ്റു ഇങ്ങോട്ട് കൊടുത്താൽ ഹരിക്കണം എന്നാവും. ഇവിടെ എന്തുണ്ട്? 480 ആണല്ലോ അല്ലെ? യെസ്, 480 ആണ്, 50 അല്ല. റെഡി. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 480 ഹരിക്കണം എന്ത് കിട്ടും? 240 കിട്ടും. 480 ഹരിക്കണം 240 നമുക്ക് എല്ലാം ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞു. ഫുൾ വെട്ടർ 480 250 കിട്ടും. എത്ര കിട്ടുക? 2. യെസ്, 2. ഇനി ഐന്റെ യൂണിറ്റ് എന്താ? കറണ്ട് വേഗം കമന്റ്. യെസ്, ഐ യൂണിറ്റ് എന്താണ്? 2 ആംപിയർ. എന്താ? 2 ആംപിയർ ആണ്. ഞാൻ പറയാൻ മറന്നു കേട്ടോ. ചങ്ങന്മാരെ, നിങ്ങളുടെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഷെയർ ഇപ്പൊ തന്നെ ഷെയർ ബട്ടൺ നിൽക്കുക, കൊടുക്കുക. ഷെയർ കൊടുക്കുക. മറക്കരുത്. എല്ലാവരും കിട്ടണ്ട. ഓക്കെ, ശരി. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ അടിക്കാൻ മറക്കരുത്. എല്ലാം ചെയ്യാം. സൂപ്പർ. 2 ആംപിയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസം എന്താ? ദ ഇമ്പോർട്ടൻസ്. ഇത് കുറച്ച് വിശദീകരണ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നില്ല. വിശദീകരണ ക്വസ്റ്റ്യൻ. ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ സേഫ്റ്റി ഫ്യൂസ് ഇസ് ദ ഫ്യൂസ് വയർ. അല്ലെ? ഒരു ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ സേഫ്റ്റി ഫ്യൂസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഫ്യൂസ് വയർ. വാട്ട് ആർ ദ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫ്യൂസ് വയർ? ഫ്യൂസ് വയർ എന്തിനാ ഉപയോഗിക്കുക? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ, വൈദ്യുതി ഗൃഹ സർക്യൂട്ട്, വൈദ്യുതി സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഹോം വയറിംഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിഹരിക്കാനുള്ള വക്കീലാണ് ആര്? ഫ്യൂസ് വയർ അല്ലെ? ഫ്യൂസ് വയറിന്റെ പ്രത്യേകത എന്താ? മുപ്പത് സ്വയം ഉരുകി, നമ്മളെ മറ്റേ ദയാദാക്ഷിനെ മറ്റുള്ള സഹായിച്ചിട്ട് മരിച്ചു പോകാൻ ചങ്ങായി കേട്ടോ. സ്വയം ഉരുകിയിട്ട് എന്ത് ചെയ്യും? ഈ ആൾക്കാരെ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്യൂസ്. ഈ ഫ്യൂസ് വയർ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശ്രേണി രീതിയിലാണ് എന്ത് ചെയ്യുക? ഒരു ഉപകരണത്തിൽ കണക്ട് ചെയ്യുക. ഫ്യൂസ് വയർ ശ്രേണി രൂപത്തിൽ കണക്ട് ചെയ്യുക. ഇവിടെ ഒരു വയർ ഉണ്ടാവും. ഈ വയർ കൂടുതലായിട്ട് എന്തെങ്കിലും ഓവർലോഡ് ആയിട്ട് കറണ്ട് വല്ല വരികയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉരുക്കും. അപ്പോൾ ഫ്യൂസ് വയറിന്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് എന്ത് ചെയ്യും? ഉരുകിപ്പോകും. ഈ പെട്ടെന്ന് ഉരുകിപ്പോയതിന് വിളിക്കുന്ന പേരാണ് എന്ത് കുറവാണ്? മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കുറവാണ്. പെട്ടെന്ന് ചെയ്യും? ഒരിക്കൽ പോകും. മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കുറവെന്ന് പറഞ്ഞാല് ദ്രവണാങ്കം എന്താണ്? ദ്രവണാങ്കം. യെസ്, അല്ലെങ്കിൽ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ആർക്ക് കുറവാണ് മക്കളെ? മെൽറ്റിംഗ് പോയിന്റ് ഫ്യൂസ് വയറിന് കുറവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രത്യേകതയാണ് മെൽറ്റിംഗ് വയർ ഫ്യൂസ് വയറിന് കുറവാണ്. അതേപോലെ രണ്ടാമത്തെ സവിശേഷതയാണ് ഇത് എങ്ങനെയാണ് സർക്യൂട്ടിൽ ഘടിപ്പിക്കുക? ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ്. ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഫ്യൂസ് വയർ ഘടിപ്പിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക. ഈ 2 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 2 എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ആണ്. അത് സീരീസ് ആയിട്ടാണ് സർക്യൂട്ട് കണക്ട് ചെയ്യുക. സീരീസ് ആയിട്ടാണ് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുക. ഇതിന് എന്ത് കുറവാണ്? ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. എന്താ മക്കളെ? മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി വാട്ട് ഇസ് സിറ്റുവേഷൻസ് could lead to an excessive current that causes fuse wire to melt? അതായത് ഫ്യൂസ് വയർ ഉരുകി പോകാൻ ഇടയാക്കുന്ന അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യം എന്തെല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? സാഹചര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ സാഹചര്യം അമിതമായിട്ട് അമിതമായിട്ട് കറണ്ട് ഒഴുകുന്നതോ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടായിട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പൊട്ടിത്തെറിക്കുന്നതിന് നമ്മൾ സംരക്ഷിക്കുന്ന ഒരു ഉപകരണം എന്ത്? ഫ്യൂസ് വയർ. മറക്കരുത്, ഫ്യൂസ് വയർ എന്തിനാ സംരക്ഷിക്കുക? ഷോർട്ട് സർക്യൂട്ട്, വൈദ്യുത ലീക്കേജ്. മറക്കരുത്, ഷോർട്ട് സർക്യൂട്ട് ഇലക്ട്രിക് ലീക്കേജ്. ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ടോ ഇലക്ട്രിക് ലീക്കേജ് അല്ലെങ്കിൽ വൈദ്യുത ലീക്കേജ് ഉണ്ടായാൽ അതിൽ നമ്മൾ സംരക്ഷിക്കുന്ന ഉപകരണം എന്ത്? ഫ്യൂസ് വയർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, പറയാൻ പോവാണ്. ഇതൊരു ചെറിയൊരു വാക്കുകൊണ്ടുള്ള പദപ്പായിട്ട് എന്ന് പറയില്ല. കേട്ടോ, ശ്രദ്ധിക്കണം. ചൈൽഡ് എ ഉണ്ട്. says that it is an AC generator. ഈ ചിത്രം നോക്കി പറയാൻ വെച്ചാൽ ഒരു 2 കുട്ടി നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഇത് എ കുട്ടി, ഇത് ബി കുട്ടി. എ കുട്ടി പറയാണ് ചങ്ങായിമാരെ, ചിത്രം നോക്കി പറയാണ് ഇറ്റ് ഈസ് ആൻ AC ജനറേറ്റർ. ഇത് AC ജനറേറ്ററിന്റെ എന്താണ്? ഗ്രാഫ് ആണ് എ കുട്ടി പറഞ്ഞത്. അപ്പൊ ബി കുട്ടി പറഞ്ഞു ഇറ്റ് ഈസ് എ DC ജനറേറ്റർ. ഇത് DC ജനറേറ്റർ ആര് പറഞ്ഞു? ബി കുട്ടി പറഞ്ഞു. അപ്പൊ സി കുട്ടി പറയാണ് ഇറ്റ് ക്യാൻ ബി ബോത്ത്. ചൈൽഡ് സി says it can be both. ചൈൽഡ് സി ചെയ്യുന്നത് ഇറ്റ് ക്യാൻ ബി രണ്ടും ആവാം. AC ആവാം, DC ആവാം. ചൈൽഡ് സി പറഞ്ഞു. വിത്ത് ഹൂം ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ 3 ആൾക്കാരെതിരെ ആരുമായിട്ടാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത്? നോക്കിക്കോ, ഇതൊരു AC ഉണ്ടാകുന്ന കുട്ടി, എ എന്ന കുട്ടിയും
DC ജനറേറ്റർ ആണെന്ന് ബി എന്ന കുട്ടിയും ഇത് രണ്ടും ഇവിടെ ഉണ്ടാ പോയിട്ടുണ്ട് ഇത് രണ്ടും ആകാമെന്ന് സി എന്ന കുട്ടിയും എന്ത് ചെയ്തു പറഞ്ഞു. ഈ നിങ്ങൾ ആരുമായിട്ടാണ് യോജിക്കുന്നത്? നമ്മൾ ആരായിട്ട് യോജിക്കുക? നിങ്ങൾ പറയും ഞങ്ങൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫിസിക്സ് ആണ്, നിയമങ്ങൾ, ഫാക്ട്സ് ആണ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സംസാരിക്കുന്ന സാധനമാണ് ഫിസിക്സ്. ശ്രദ്ധിക്കുക, പറയാൻ പോകട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു AC ആണെന്ന് പറഞ്ഞു. നോക്കണം, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. AC എന്ന് പറഞ്ഞ ഡയറക്ഷൻ ഒരു ചങ്ങായിക്ക് ഒരു നല്ലൊരു സ്റ്റാൻഡില്ല, ഓന്തുമാരിയാണ്. ഒരിക്കലും ഇങ്ങോട്ടേക്കാൻ ഡയറക്ഷന്, ഒരിക്കലും ഇങ്ങോട്ടേക്കും, ഒന്നും ഇങ്ങോട്ട് മാറും അങ്ങോട്ട് മാറും. AC എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഓന്തിനാലോചിക്കുക. ഓന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചത് ഇങ്ങനെയാണ്. പക്ഷെ DC എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് മാറൂല. അത് ശ്രദ്ധിക്കുക. അപ്പൊ DC അല്ല, AC ആണ്. ഒരിക്കലും മുകളിലേക്കാണ്, പിന്നെ താഴത്തേക്ക് പോകും, പിന്നെ വീണ്ടും മുകളിലേക്ക് വരും, പിന്നെ താഴത്തേക്ക് പോകും. ഈ ചങ്ങായിക്ക് എന്തില്ല, സ്ഥിരമായിട്ട് എന്തില്ല, ഒരു അഭിപ്രായം ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ദിശ മാറുന്ന, ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന ആളാണ് AC. നമുക്ക് ഷുവർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ആരെ ഗ്രാഫാണ്? AC-യുടെ ഗ്രാഫാണ്. ആരുടെ ഗ്രാഫാണ്? AC കറണ്ട് ഗ്രാഫാണ്. അപ്പൊ കുട്ടി A ആണെന്ത്? ശരി. കുട്ടി A ആണെന്ന്, ചൈൽഡ് A ആണെന്ത്? ശരി. റെഡി ആണല്ലോ? ഐഡി ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ ഫുൾ പോയാ ഇല്ല, വന്നു. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു AC ജനറേറ്ററിലും ഒരു DC ജനറേറ്ററും ആർമേച്ചറിൽ നിശ്ചലമായി വെക്കുകയും കാന്തം കറക്കുകയും ചെയ്യുമ്പോൾ ഓരോ ജനറേറ്ററിൽ നിന്നും ഔട്ട്പുട്ടിന്റെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങളുടെ നിഗമനം സമർപ്പിക്കുക. ഇൻ an AC generator and DC generator the armature are kept stationary. അപ്പുറത്തെ ചിത്രം നോക്കിയോ. യെസ്, ഇതാണ് ജനറേറ്റർ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്സ്, ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്. ഇത് സ്പ്ലിറ്റ് റിംഗ് അല്ല, സ്ലിപ്പ് റിംഗ് ആണ്. അപ്പോ ഇത് DC ആണെങ്കിൽ എന്തെങ്കിലും, DC ജനറേറ്റർ ആണെങ്കിൽ, ഇത് AC ജനറേറ്റർ ആണ്. DC ജനറേറ്റർ എന്തെങ്കിലും അത് പകുതിയുള്ള രണ്ടു ഒറ്റയ്ക്ക് കേട്ടോ, മറക്കരുത്. പകുതിയുള്ള രണ്ടു ഒറ്റയ്ക്ക് എന്താണെങ്കിൽ DC ജനറേറ്റർ ആണെങ്കിൽ ഇതേപോലെ യെസ് പകുതിയുള്ള രണ്ടു വട്ടം. ഇത് ഫുൾ വട്ടാണ്. ഫുൾ വട്ടാകുമ്പോൾ AC ജനറേറ്റർ ആണ്, പകുതി വട്ടാകുമ്പോൾ DC ജനറേറ്റർ. ഫുൾ വട്ടത്തിൽ വിളിക്കുന്ന പേരെന്താ? ഫുൾ വട്ടത്തിന് വിളിക്കുന്ന പേരെന്താ? ഫുൾ വട്ടത്തിന് വിളിക്കുന്ന പേരാണ് സ്ലിപ്പ് റിംഗ്. ഹാഫ് വട്ടത്തിന്, ഹാഫ് സർക്കിൾ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് റിംഗ് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാല്, നോക്കി DC ആർമേച്ചർ നിശ്ചലമായി വെക്കുക. എന്ത്? ആർമേച്ചർ ആർ കെപ്റ്റ് സ്റ്റേഷനറി. ഇത് നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആട്ടോ, നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്ത്? ഈ ആർമേച്ചർ സ്റ്റേഷൻ ആക്കി വെച്ചു. ഇന്ന് എന്താ സംഭവിച്ചത്? ആർമേച്ചർ സ്റ്റേഷൻ ആൻഡ് ദ മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റ്. എന്ത് കറക്കി? കാന്തം കറക്കി. ഈ ആർമേച്ചറിനെ സ്റ്റേഷനാക്കി വെച്ചിട്ട് കാന്തം ചുറ്റും നടക്കണം. ആർമേച്ചർ ഇങ്ങനെ മറ്റെങ്ങനെ സ്റ്റേഷനായിട്ട് നിൽക്കട്ടോ, സ്റ്റേഷനായിട്ട് നിന്നിട്ട് എന്ത് കറക്കാണ്? ചുറ്റും മാറി കറങ്ങാണ്, കാന്തം കറങ്ങാണ്. കാന്തം കറങ്ങുമ്പോ എന്താ സംഭവിക്കുന്നത്? അറിയുന്ന കാര്യമാണ്. ഇവിടെ ഉണ്ടാവുന്നത് AC ആണ് മക്കളെ. മറക്കരുത്. AC DC ജനറേറ്റർ, ഏത് ജനറേറ്റർ ആയാലും ഇതിന്റെ ആർമേച്ചർ ഉണ്ടാവുന്നത് AC കറണ്ട് ആണ്. പക്ഷേ എന്ത് ചെയ്യും? ഇവിടെ പുറത്ത് കറങ്ങുമ്പോ സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ DC ആയി മാറും, സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ AC ആയി മാറും. എപ്പോ? ആർമേച്ചർ കറങ്ങുമ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ. ഇനി ആർമേച്ചർ കറങ്ങുന്നില്ലെങ്കിൽ, പകരം ആരാ കറങ്ങുന്നത്? ഈ മാഗ്നറ്റ്സ് കറങ്ങണം. മറക്കുന്നത് മാഗ്നറ്റ്സ് കറങ്ങാൻ പോകുന്നത്. മാഗ്നറ്റ്സ് കറങ്ങുകയാണെങ്കിൽ AC അതേപോലെ എന്ത് ചെയ്തു? താഴത്തേക്ക് വരും. AC ഒന്നും ആയി മാറില്ല. AC ആയി മാറും. എന്തേ മാറില്ല? DC ആയി മാറില്ല. സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിലും എന്തേക്കാരം? പുറത്തേക്ക് വരുന്നത് എന്തിനേക്കാരം? AC ആയിരിക്കും. മറക്കരുത്. ഇതോട് കൂടി നമ്മൾ എന്ത് അവസാനിച്ചു? നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നു വിചാരിക്കുന്നത്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ, സ്റ്റഡി ടേബിൾ. മറക്കരുത്. എല്ലാവർക്കും വരാം, സൂപ്പറാക്കുക, ഉഷാറാക്കട്ടോ. അപ്പോൾ ഇതോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബൈ. താങ്ക് യു. സൈനിങ് ഔട്ട് ഫ്രം ഷൈൻ സാർ. ബൈ.